ഒരിക്കലും നിന്ദിക്കരുത്, ശപിക്കരുത്. നമ്മൾ അനുഗ്രഹിക്കണം. അനുഗ്രഹിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങും. നിങ്ങൾ ചെയ്തു നോക്കി, നിങ്ങളുടെ പിള്ളേരെ ആയാലും നല്ലതായിട്ട് വരും. ദൈവം നിന്നെ അനുഗ്രഹിച്ചോളും. ദൈവം നിന്നെ അനുഗ്രഹിച്ചു. നല്ലൊരു ഭാവി നിനക്കുണ്ട്. അനുഗ്രഹിച്ചുകൊണ്ടിരുന്നാൽ അത് അവർക്കും ഒരു അനുഗ്രഹമാണ്, നമുക്കും ഒരു അനുഗ്രഹമാണ്. ഇവിടെ വന്നേച്ച് ആരും നിങ്ങളോട് പറയില്ല നിങ്ങൾ രക്ഷപ്പെടുന്ന ലക്ഷണമൊന്നും കാണുന്നില്ലല്ലോ എന്ന്. ഞാൻ പറയാറില്ല, ഇവിടെ ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ആരോടും ഇവിടെ ശാപമുണ്ട്, അവിടെ പ്രശ്നമാണെന്ന് പറയാൻ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ജീവിക്കുന്നൊരു ദൈവമുണ്ട്. ആ ദൈവം നിന്നെ അനുഗ്രഹിച്ചുകൊണ്ടാണ് ഇരിക്കുന്നതെന്ന് പറയാൻ എല്ലാവരോടും ഈ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവരോട് പറഞ്ഞിട്ടുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും. കാരണം ഈ വചനം കേൾക്കുന്ന നിങ്ങളെ ദൈവം എങ്ങനെ അനുഗ്രഹിക്കാതിരിക്കും? ഏറെ പ്രാർത്ഥനയോടെ നിൽക്കുന്ന നമുക്കെല്ലാവർക്കും ഒരു ഭവനത്തിലെ അംഗങ്ങളെ പോലെ, ഒരു വീട്ടിലെ ആളുകളെ പോലെ സ്നേഹത്തോടെ, പല അസൗകര്യങ്ങളുണ്ടെങ്കിലും പല കാര്യങ്ങളിൽ ഇവിടെ നിൽക്കുമ്പോൾ ഒത്തിരി അസൗകര്യങ്ങളുണ്ടെങ്കിലും അതൊന്നും കാര്യമായിട്ട് കാണാതെ സ്നേഹത്തോടെ ഒരു വീട്ടിലെ അംഗങ്ങളെ പോലെ പ്രാർത്ഥനയിൽ നിൽക്കുന്ന സമയമാണിത്. പ്രാർത്ഥിക്കുന്നവരെയാണ് ദൈവത്തിന് ആവശ്യമുള്ളത്. സ്നേഹിക്കുന്നവരെയാണ് ദൈവത്തിന് ആവശ്യമുള്ളത്. ക്ഷമിക്കുന്നവരെയാണ് ദൈവത്തിന് ആവശ്യമുള്ളത്. അങ്ങനെയെങ്കിൽ നമ്മളിവിടെ പ്രാർത്ഥിക്കുന്നത് ഒരു വലിയ അനുഗ്രഹത്തിന് കാരണമാകും. ഇന്നലെ പറഞ്ഞ് പ്രാർത്ഥിച്ച വാക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് ഒരിക്കൽ കൂടി ഒന്ന് ഓർത്ത് പ്രാർത്ഥിക്കുവാണ്. നിങ്ങളുടെ പല ദുഃഖങ്ങളും മറന്നു പോകത്തക്ക വിധം അപ്പുറത്തൊരനുഗ്രഹം തന്ന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളുടെ ചില വലിയ പ്രയാസങ്ങളൊക്കെ മറന്നു പോകുന്ന വിധത്തിൽ ഒരനുഗ്രഹം തന്ന് ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ദൈവം എന്നെ അനുഗ്രഹിക്കുന്ന ഈ ദിവസം നിങ്ങൾ ഒരിക്കലും മറക്കില്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്ന ഈ സമയം, ഈ ദിവസം നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന ദിവസം, മനസ്സ് വിഷമിച്ചിരിക്കുന്ന, വേദനിച്ചിരിക്കുന്ന, സങ്കടപ്പെട്ടിരിക്കുന്ന, ഒറ്റപ്പെട്ടു പോയല്ലോ എന്നോർത്തിരിക്കുന്ന നിങ്ങളോടാണ് ദൈവം ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അകത്തിരിക്കുന്ന ഒരാളായാലും വരാന്തയിലും ചാപ്പലിലും മുറ്റങ്ങളിലും ഈ ശബ്ദപരിധിക്കുള്ളിലിരിക്കുന്ന എല്ലാവരോടും പറയുവാണ്, എവിടെയൊക്കെയോ ഇരിക്കുന്ന ചിലർ മനസ്സൊത്തിരി വേദനയിലാണ്. മനസ്സിൽ വല്ലാത്ത ടെൻഷനുണ്ട്, നല്ല ഭാരമുണ്ട്, പ്രതിസന്ധികളുണ്ട്, ഒറ്റപ്പെട്ടു പോയല്ലോ എന്ന് ഓർക്കുന്നവരുണ്ട്. അവരോടൊക്കെ ദൈവം ഇന്ന് സംസാരിക്കുന്ന ദിവസമാണ്. ഇങ്ങനെ വിശ്വസിക്കാൻ കഴിയുമോ? ഇന്ന് കേൾക്കുന്ന വചനത്തിലൂടെ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിനകത്ത് ഒരു വലിയ അത്ഭുതം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. നീ തകർന്നിടുവാൻ നോക്കി നിന്നോരെല്ലാം കാണുന്നു നിൻ മുൻപിൽ ദൈവം തുറക്കുന്ന വിശാലവാതിൽ. എല്ലാവർക്കും വേണ്ടിയാണ് ഈ പാട്ട് പാടുന്നത്. പാട്ടിൻ്റെ വരികൾ വലിയ കൈയടിച്ചുള്ള ഒരു ബഹളമായിട്ട് പാടുവല്ല, ധ്യാനാത്മകമായി അത് പറയുവാണ്. നമ്മളൊക്കെ തകർന്ന് കാണണം എന്നാഗ്രഹിക്കുന്ന മനുഷ്യരുണ്ട്. എന്നാൽ നമ്മൾ തകർന്ന് കാണണം എന്നാഗ്രഹിക്കുന്നവരുടെ മുമ്പിൽ നമുക്ക് മുന്നോട്ട് പോകാൻ വഴികളെ തുറക്കുന്ന ദൈവമുണ്ട്. എല്ലാവരും അത് വിശ്വസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ
ദൈവം എന്നെ അനുഗ്രഹിക്കുന്ന ദിവസം, ഈ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. ഇങ്ങനെ അത് പാടുന്നതിന് മുമ്പോർത്തെ ഈ നാളുകളിൽ തന്നെ എൻ്റെ എല്ലാ പ്രാർത്ഥനയ്ക്കും മറുപടി ലഭിക്കും. ഈ നാളുകളിൽ തന്നെ എൻ്റെ എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളും മാറും. ഈ നാളുകളിൽ തന്നെ എൻ്റെ ഈ രോഗത്തിന്റെ മേലെ ഒരു സൗഖ്യം ഞാൻ അനുഭവിക്കും. ഈ നാളുകളിൽ തന്നെ എൻ്റെ ജീവിതത്തിനകത്ത് ഒരു പുതിയ വഴികളെ ദൈവം തുറക്കും. ആ കാര്യം എൻ്റെ ഭവനത്തിൽ സംഭവിച്ചിരിക്കും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ എല്ലാവരും ചേർന്ന് പാടുവാണ്. നീ തകർന്നിടുവാ നോക്കി നിന്നോരെല്ലാം എന്ത് കാണുന്നു നിൻ മുൻപിൽ വിശാലവാതിൽ. അർത്ഥം പറഞ്ഞ പാടുമോ? നീ തകർന്നിടുവാ നോക്കി നിന്നോരെല്ലാം കാണുന്നു നിൻ മുൻപിൽ വിശാലവാതിൽ. യഹോവ നിനക്കായി കരുതിയ വഴികൾ നീ പോലും അറിയാതെന്നും. ഒരു നിമിഷം ശ്രദ്ധിച്ച്. ആ പാട്ടിനകത്ത് പാട്ടുകാരൻ എഴുതി വച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: യഹോവ നിനക്ക് വേണ്ടി നീ പോലും അറിയാതെ കരുതുമെന്ന്. യഹോവ നിനക്ക് വേണ്ടി. ഇപ്പം നമ്മൾ പാടിയത് ഇങ്ങനെയാ, നീ തകർന്നിടുവാൻ. ഇനി നമ്മൾ ആ പാട്ടിൻ്റെ വരികൾക്ക് മാറ്റം വരുത്തുക. ഞാൻ തകർന്നിടുവാൻ നോക്കി നിന്നോരെല്ലാം കാണുന്നു എൻ മുൻപിൽ വിശാലവാതിൽ. അർത്ഥം പറഞ്ഞ പാടിയേ. ഞാൻ തകർന്നിടുവാൻ. ചിന്തിച്ചവർ നോക്കി നിന്നോരെല്ലാം എന്ത് കാണുന്നു എൻ മുൻപിൽ വിശാലവാതിൽ. അതിന്റെ കാരണം യഹോവ എനിക്കായി കരുതിയ വഴികൾ ഞാൻ പോലും അറിയാതെന്നും. അർത്ഥം പറഞ്ഞൊന്ന് പാടുമോ? യഹോവ എനിക്കായി കരുതിയ വഴികൾ ഞാൻ പോലും അറിയാതെന്നും. അതുകൊണ്ട് എല്ലാവരും പാടി. ഞാൻ തകർന്നിടുവാൻ നോക്കി നിന്നോരെല്ലാം കാണുന്നു എൻ മുൻപിൽ വിശാലവാതിൽ. ഞാൻ തകർന്നിടുവാൻ നോക്കി നിന്നോരെല്ലാം കാണുന്നു എൻ മുൻപിൽ വിശാലവാതിൽ. യഹോവ എനിക്കായി കരുതിയ വഴികൾ ഞാൻ പോലും അറിയാതെന്നും. യഹോവ എനിക്കായി കരുതിയ വഴികൾ ഞാൻ പോലും അറിയാതെന്നും. ഇന്ന് കേൾക്കുന്ന ഓരോ പ്രാർത്ഥനയും വചനവും നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൻ്റെ ഒരു വിജയത്തിനുള്ളൊരു താക്കോലായിട്ട് മാറും. ഒരു വിജയത്തിൻ്റെ താക്കോലായിട്ട് മാറും. ഓരോ പ്രാർത്ഥനയുണ്ടല്ലോ വേറൊരു അനുഗ്രഹത്തിൻ്റെ വാതിലിനെയാണ് തുറക്കുന്നത്. ഓരോ പ്രാർത്ഥനയും, അത് പാട്ടായാലും പ്രാർത്ഥനയായാലും വേറൊരു അനുഗ്രഹത്തിൻ്റെ വാതിലിനെയാണ് ദൈവം അവിടെ തുറക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ആമേൻ. ഇരിക്കാമോ? ഹല്ലേലൂയ. ഈ നല്ല ദിവസത്തെ ഓർത്ത് നന്ദി പറയാം. ഇത്തിരി സന്തോഷത്തോടും ഇത്തിരി നല്ല ആഗ്രഹത്തോടും കൂടെയാണ് ഓരോ മനുഷ്യരും ഇവിടെ വന്നിട്ടുള്ളത്. നമ്മുടെ ഈ ചുരുങ്ങിയ സാഹചര്യത്തിനകത്ത്, ഹാളിൻ്റെ അകത്ത്
ഇരിക്കാനും നിൽക്കാനും ഒക്കെ പറ്റുന്നതിലധികം ആളുകളാണ് ഉള്ളത്. എങ്കിലും ആരും ഒരു പരാതിയോ പരിഭവമോ ഇല്ലാതെ നല്ല സ്നേഹത്തോടെയും സന്തോഷത്തോടെയും അതിനകത്തിരിക്കുന്നത്. നിങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുവാണ്. നിങ്ങളെ ഓർത്ത് ദൈവത്തിന് മുമ്പിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുവാണ്. ഹല്ലേലൂയ. നിങ്ങൾ നൽകിയ സ്നേഹത്തിനും പ്രാർത്ഥനയ്ക്കും പ്രോത്സാഹനത്തിനൊക്കെ നന്ദിയുണ്ട്. ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് സഹായിക്കും, അനുഗ്രഹിക്കും. നിങ്ങളൊരു അനുഗ്രഹം പ്രതീക്ഷിച്ച് വന്നവരാണ്. ഈ സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ ഇന്ന് വരെ ശാപത്തെക്കുറിച്ചോ പിശാചിനെക്കുറിച്ചോ പ്രസംഗിച്ചിട്ടില്ല. ഇവിടെ പ്രസംഗിച്ചത് മുഴുവൻ ദൈവത്തിൻ്റെ വാഗ്ദത്ത വചനങ്ങളെക്കുറിച്ചും ദൈവസ്നേഹത്തെക്കുറിച്ചും ദൈവാനുഗ്രഹത്തെക്കുറിച്ചുമാണ്. അതുകൊണ്ട് ഇവിടുന്ന് പ്രാർത്ഥിച്ചു പോയവരൊക്കെ പറയാൻ വരുന്നത് അവരുടെ ജീവിതത്തിലുണ്ടായ നല്ല അനുഭവങ്ങളെക്കുറിച്ചും അനുഗ്രഹങ്ങളെക്കുറിച്ചുമാണ്. അത് കേൾക്കുന്നതും അതൊക്കെ കേട്ടതിന് ഞങ്ങളൊക്കെ സാക്ഷികളാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഈ ദൈവവചനം നമുക്ക് വഴികളെ തെളിച്ചു തരും. നമ്മൾ ഇരുട്ടുള്ള സ്ഥലത്തൂടെയൊക്കെ പോകുമ്പോൾ നമ്മുടെ കയ്യിൽ മുമ്പിൽ പോകുന്ന വ്യക്തി കയ്യിലൊരു ടോർച്ചായിട്ടാണ് പോകുന്നതെങ്കിലോ, നമ്മളൊരു പരിചയമില്ലാത്ത നല്ല കൂരാക്കൂരി ഇരുട്ടുള്ളൊരു സ്ഥലത്തൂടെ പോവുകയാണ്, വഴി നമുക്ക് നല്ല നിശ്ചയമില്ല, നല്ല തിട്ടമില്ല. അപ്പം നമ്മുടെ മുമ്പിൽ പോകുന്നയാൾ നല്ലൊരു ടോർച്ച് അടിച്ച് പോകുമ്പോൾ നമുക്ക് ആ വഴിയെല്ലാം കൃത്യമായിട്ട് കാണാൻ പറ്റും. നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിക്കട്ടെ. നിങ്ങളീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇനി എന്നാ ചെയ്യും, ഇനി ആരോട് ചോദിക്കും, ഇനി എൻ്റെ മുമ്പിലൊരു വഴിയില്ലല്ലോ. എന്നോട് ഇന്ന് വന്ന് പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു, എൻ്റെ വീട്ടിൽ ഭക്ഷണമുണ്ട്, അരിയൊക്കെയുണ്ട്, കറി വെക്കാൻ ഒന്നുമില്ല. ഞങ്ങൾ ഇന്നലെ മിനിഞ്ഞാന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ കാന്താരിയും പച്ചമുളകും ഉപ്പും മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഇന്നത്തെ കാലത്തോ ഇന്നലെ മിനിഞ്ഞാന്ന് വന്ന ഒരാൾ ഇന്നലെ പറഞ്ഞതാണ്, അരിയുണ്ട്, അതൊക്കെ ചോറുണ്ട്, പക്ഷേ അത് കൂട്ടാനൊരു കറിയില്ലാത്തത് കൊണ്ട് പച്ചമുളകും ഉപ്പും അരച്ചിട്ടാണ് ഭക്ഷണം കഴിച്ചത്. പല മനുഷ്യരും പല വേദനകളുടെ മുമ്പിലാണ് ഇവിടെ വരുന്നത്. അപ്പം ഞാനിങ്ങനെയാണ് പറയുന്നത്, ഇരുട്ടത്ത് നമ്മൾ പോകുമ്പോൾ മുമ്പിൽ പോകുന്ന ഒരാൾ ടോർച്ചടിച്ച് മുന്നേ പോകുമ്പോൾ ആ വഴി കൃത്യമാകുന്ന പോലെ പ്രാർത്ഥിക്കുന്ന നിങ്ങളെ മുമ്പിൽ നിന്ന് വെളിച്ചം കാണിച്ച് നയിക്കുന്നൊരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുക. എവിടെയും സ്റ്റക്കാകില്ല. ചില നല്ല സഹായങ്ങൾ ദൈവം നിനക്ക് കിട്ടും. ദൈവം നിനക്ക് ഒരുക്കി തരും. നല്ല സഹായങ്ങൾ, വിശ്വസിക്കുന്നു, നല്ല കാര്യങ്ങൾ ദൈവം നമുക്ക് ഒരുക്കി തരും. ഇന്നലെ സൂചിപ്പിച്ച കാര്യം ഞാൻ ആരംഭത്തിൽ പറയട്ടെ, എല്ലാവർക്കും അത് ഉപകാരമാകട്ടെ എന്നോർത്താണ്. കാശുണ്ട്, വീട്ടിൽ കാറുമുണ്ട്, ജീപ്പുണ്ട്, ബൈക്കുണ്ട്, നടക്കാൻ 2 കാലും ഉള്ളത് കൊണ്ടല്ല ഇവിടെ നമ്മളൊക്കെ വന്നത്. കാലുള്ളതുകൊണ്ട് ഞാൻ നടന്നു വന്നു, പൈസ ഉള്ളതുകൊണ്ട് ഞാൻ വണ്ടി വിളിച്ച് വന്നു, ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ട് ഞാനിങ്ങ് വന്നു എന്നല്ല. കാലുള്ളത് കൊണ്ടാണ് വന്നത്, ശരിയാണ്. ആരോഗ്യമുള്ളതുകൊണ്ട് വന്നത് ശരിയാണ്. വീട്ടിൽ കയ്യിൽ കാശുള്ളതുകൊണ്ടാണ് വന്നത്, ശരിയാണ്. വണ്ടിയുള്ളതുകൊണ്ടാണ് ഓടിച്ചു വന്നത്. പക്ഷെ അതിനേക്കാൾ ഇവിടെ വരാൻ കാരണം നിങ്ങളെക്കുറിച്ച് സർവശക്തനായ ദൈവത്തിനൊരു പദ്ധതി ഉള്ളതുകൊണ്ടാണ് ഇവിടെ എവിടെയേലുമൊക്കെ വന്നിരിക്കാൻ ദൈവം നിങ്ങളെ സഹായിച്ചത്. ആ കാലുള്ളത് കൊണ്ടോ പൈസ ഉള്ളത് കൊണ്ടോ വണ്ടിയുള്ളത് കൊണ്ടോ മാത്രം വന്നതല്ല, നിങ്ങളെക്കുറിച്ച് സർവശക്തനായ ദൈവത്തിനൊരു പ്ലാൻ ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ദൈവാനുഗ്രഹം കിട്ടിയ ഈ ദിവസം നിങ്ങളെന്നൊരിക്കലും മറക്കത്തില്ല. ചില നന്മകളൊക്കെ ഇങ്ങനെയുള്ള സ്ഥലത്തുനിന്നാണ് ആരംഭിക്കുന്നത്, തുടങ്ങുന്നത് ഇവിടെ വെച്ചാണ്. ഇവിടെ എത്രയോ പേര് പറഞ്ഞു, ഇവിടെ വന്നപ്പോഴാണ്
എൻ്റെ മനസ്സിൽ എനിക്ക് ജർമ്മൻ ഭാഷ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായത്. അങ്ങനെ ഞാൻ പഠിച്ചു, ഞാൻ അനുഗ്രഹമായി. ഇവിടെ വന്നപ്പോഴാണ് OET ഒന്നും കൂടെ ആ പരീക്ഷ എഴുതണ്ടെന്ന് വിചാരിച്ചാൽ വന്നേ. ഇവിടെ ഏതെങ്കിലും ഒരു ജോലി നോക്കണമെന്ന് ഓർത്താൽ ഇവിടെ വന്നപ്പോഴെനിക്ക് തോന്നി ഒന്നും കൂടെ എഴുതണം. ഇവിടെ വന്ന ചിലർ പറഞ്ഞു, എനിക്ക് ഇവിടെ വന്നപ്പോഴാണ് മദ്യപാനം നിർത്തണമെന്ന് എനിക്ക് തോന്നിയത്. അത് ശരിയല്ലെന്ന് എനിക്ക് തോന്നിയത്. ചില നല്ല തുടക്കങ്ങൾ ദൈവം ഇവിടെ വച്ചാണ് നിങ്ങളിൽ ചെയ്യുന്നത്. നല്ല തുടക്കങ്ങൾ ഉണ്ടാകട്ടെ. നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. നല്ല അനുഗ്രഹങ്ങൾ. ആമുഖമായി ഞാനൊരു വാക്ക് ഇന്നലെ കേട്ടവർ ക്ഷമിക്കുക, ഒന്നും കൂടെ ഞാൻ പറയട്ടെ. അത് കുറേ പേരെയൊക്കെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് കേട്ടു. ദൈവം എങ്ങനെയാണ് ഒരാളെ അനുഗ്രഹിക്കുക എന്നറിയാവോ? നമ്മുടെ ഇന്നലകളിലെ പല വലിയ ദുഃഖങ്ങളും മറന്നു പോകത്തക്ക വിധമായിരിക്കും അപ്പുറത്ത് ദൈവം അനുഗ്രഹിക്കുന്നത്. എങ്ങനെയായിരിക്കും നമ്മുടെ ദുഃഖങ്ങളൊക്കെ മറക്കാൻ ദൈവം സഹായിക്കുക? നല്ലൊരു അനുഗ്രഹം അപ്പുറത്ത് തന്നായിരിക്കും ഇന്നലെ വരെയുള്ള പല ദുഃഖങ്ങളും ദൈവം മറക്കാൻ ഇടവരുത്തുന്നത്. ഹല്ലേലൂയ. സത്യം, ഓരോരുത്തരുടെ ജീവിതവും അങ്ങനെയാണ്. 2 അനുഭവങ്ങൾ ഞാനത് പറയാം. 2 അനുഭവങ്ങൾ. ഒന്ന് മഴക്കാലത്ത് മഴ പെയ്യുമ്പം വീടിൻ്റെ അകത്ത് പാത്രങ്ങൾ നിരത്തി വെച്ചുകൊണ്ടിരുന്നൊരു വീട്. വീട് ചോരുന്ന വീടാണ്. പല സ്ഥലത്തും ചോർച്ചയായപ്പോൾ അവർ കടയിൽ പോയി ഓരോ മഴക്കാലം വരുമ്പോഴും ഒരു വലിയ പ്ലാസ്റ്റിക് മേടിച്ച് ഓടിൻ്റെ മുകളിലേക്കിട്ട് കെട്ടിവെക്കും. ഒരു പ്ലാസ്റ്റിക് മേടിച്ച് പൊതിഞ്ഞു വെക്കും വീടിൻ്റെ മുകൾഭാഗം മുഴുവൻ നനയാതിരിക്കാൻ. അങ്ങനെയാണ് വർഷങ്ങൾ അവർ ജീവിച്ചത്. അവർ പറഞ്ഞു, ഒരു പണിക്കാരനെ വിളിച്ച് ഇതിൻ്റെ പട്ടിക മാറ്റി ആ ഓടൊക്കെ ഒന്ന് ക്രമീകരിക്കാൻ പോലും കാശില്ലാത്ത കാലമാണ്. ധൈര്യമായിട്ട് കയറത്ത് പോലും ഇല്ല. അപ്പം അതിൻ്റെ പട്ടികകൾ പോലും നനഞ്ഞും കുതിർന്നുമൊക്കെ പൊട്ടിയിരിക്കുന്നത് ധൈര്യത്തിന് ഒരാളെ കയറ്റാൻ പോലും പറ്റത്തില്ല. അങ്ങനെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ആ കുടുംബത്തിലൊരു ദൈവാനുഗ്രഹം ഉണ്ടായി. അവരിവിടെ വന്ന് പ്രാർത്ഥിച്ചു. ആ സഹോദരി ഇസ്രായേൽ എന്ന രാജ്യത്തൊക്കെ പോയി കാശൊക്കെ ആയപ്പോൾ ആദ്യം വച്ചത് വീടാണ്. ആദ്യം വീട് വെക്കാൻ വേണ്ടി ഒരു വീട്, അങ്ങനെ അവർ വീട് വെച്ചു. എല്ലാ റൂമും ബാത്റൂം അറ്റാച്ച്ഡ് റൂമാണ്. നല്ല കട്ടിലായി, നല്ല മേശയായി, നല്ല കിച്ചണായി, നല്ല കാർ പോർച്ചായി, എല്ലാ റൂമിലും നല്ല ബാത്റൂമായി. അപ്പം അവർ പറഞ്ഞൊരു വാക്കാണ്, ഞങ്ങൾ ഇന്നലകളിൽ കിടന്നത് ചോർന്നൊലിക്കുന്ന, ഞങ്ങളുടെ വീട്ടിലൊക്കെ ആരെങ്കിലും അതിഥികളായി വന്നാൽ ഒന്ന് ടോയ്ലറ്റിൽ പോകണോ എവിടാ എന്ന് ചോദിച്ചാൽ ഭയങ്കര ടെൻഷനായിരുന്നു ഞങ്ങൾക്ക്. എങ്ങനെ അവർക്ക് ഈ ടോയ്ലറ്റിൽ പൊക്കോളാൻ പറയും? അത്രയും മോശമായിരുന്നു. ഞങ്ങളുടെ ടോയ്ലറ്റുകൾ പോലും അത്ര ഭംഗിയുള്ളതായിരുന്നില്ല. കണ്ടാൽ അറയ്ക്കുന്ന മുറികളും പാത്രങ്ങളും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചത് അതെല്ലാം ഇന്നലകളിലെ ആ വീടില്ലാത്ത സാഹചര്യങ്ങളും ആ വിഷമങ്ങളൊക്കെ മറന്നു പോകത്തക്ക വിധമാണ് ഇപ്പുറത്ത് ദൈവം അങ്ങനെ ആ വ്യക്തി, ആ കുടുംബത്തെ അനുഗ്രഹിച്ചത്. എങ്ങനെയായിരിക്കും നിങ്ങളുടെ ദുഃഖങ്ങളെ ദൈവം മാറ്റുക? അത് മറന്നു പോകത്തക്ക വിധം ഒരനുഗ്രഹം തന്നായിരിക്കും ദൈവം ആ ദുഃഖത്തെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുക. ഹല്ലേലൂയ. നല്ല ബൈബിൾ പഠിച്ചാൽ ഇത് മനസ്സിലാകും. ബൈബിൾ മനസ്സിലാക്കുമ്പോഴും ഇത് പിടികിട്ടും. കാരണം പഴയ നിയമത്തിലെ ജോസഫിന് എന്തെല്ലാം മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളുണ്ടായി. സഹോദരന്മാർ പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയി തള്ളിയിട്ടു. അവിടുന്ന് വലിച്ചു കയറ്റി വസ്ത്രം വലിച്ചു കീറി അതിൻ്റെ ആടിൻ്റെ ചോരയെ മുക്കി അത് അപ്പനെ കാണിക്കാൻ കൊണ്ടുപോയി ജയിലിൽ കിടക്കേണ്ടി വന്നു. ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. ആ വിഷമങ്ങളൊക്കെ എങ്ങനെയാണ് അദ്ദേഹം മറക്കാൻ ദൈവം ഇടവരുത്തിയത്? അപ്പുറത്ത് ഒരു വലിയ സ്ഥാനം കൊടുത്ത്, ഒരു പദവി കൊടുത്ത്. ബൈബിൾ പഠിക്കുമ്പോൾ അറിയാം, ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക മന്ത്രിയായി പുള്ളി മാറി. ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയായി എഴുതിയിട്ടുണ്ട്. പക്ഷേ ഒരു പാരഗ്രാഫ് മുഴുവൻ ധനമന്ത്രി ചെയ്യുന്ന കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്ന് ബൈബിൾ എഴുതിയിട്ടുണ്ട്. ഒരു അധ്യായത്തിൻ്റെ ഒരു പാരഗ്രാഫ് മുഴുവൻ ഈ ജോസഫ് സാമ്പത്തികം ഒരു വീടിൻ്റെ അല്ല, ഒരു പഞ്ചായത്തിൻ്റെ അല്ല, ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തികം മുഴുവൻ പുള്ളി കൈകാര്യം ചെയ്തു. വിചാരിക്കുന്നതിനേക്കാൾ നല്ലൊരു പദവി അപ്പുറത്ത് കൊടുത്തിട്ടാണ്
അദ്ദേഹം ഇന്നലകളിൽ അനുഭവിച്ച എല്ലാ ദുഃഖങ്ങളും മറക്കാൻ ദൈവം ഇടവരുത്തിയത്. ഇവിടെ ഇരിക്കുന്ന ചിലർ ദുഃഖിതരാകാം, മനസ്സ് വിഷമിച്ചിരിക്കുന്നവരാകാം, സങ്കടപ്പെട്ടിരിക്കുന്നവരാകാം. വണ്ടിക്ക് വരാൻ കാശുള്ളത് കൊണ്ട് വന്നതല്ല, നിങ്ങൾ കാലുള്ളത് കൊണ്ട് വന്നതല്ല, കൈയുള്ളതുകൊണ്ട് വന്നതല്ല, നടന്ന് ആരോഗ്യമുള്ളതുകൊണ്ട് മാത്രം വന്നവരല്ല. ദൈവ പദ്ധതി ഉള്ളത് കൊണ്ട് കൂടിയാണ് ഇവിടെ ഇരിക്കുന്നത്. ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ഇല്ലെങ്കിൽ പലരും ഇവിടെ വരത്തില്ലായിരുന്നു, ഈ സ്ഥലത്ത് വന്ന് ഇരിക്കത്തില്ലായിരുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ ദുഃഖങ്ങളെ മറന്നു പോകാൻ ഇടയാകത്തക്ക വിധം ദൈവം അപ്പുറത്തൊരു അനുഗ്രഹം തന്ന് ദൈവം അനുഗ്രഹിക്കട്ടെ. വിശ്വസിച്ചത് പ്രാർത്ഥിക്കണം. നമ്മുടെ ഇന്നലകളിലെ കുറേ ദുഃഖങ്ങളുണ്ട്, കുറേ പ്രയാസങ്ങളുണ്ട്. അതൊക്കെ മാഞ്ഞു പോകുന്ന വിധത്തിൽ, മറന്നു പോകുന്ന വിധത്തിൽ അപ്പുറത്ത് ദൈവം ഒരു അനുഗ്രഹം തന്ന്, ഒരു ബന്ധം തന്ന്, ഒരു ജീവിതം തന്ന്, ഒരു ജോലി തന്ന്, വീട് തന്ന് ഒക്കെയും ദൈവം അനുഗ്രഹിച്ച് ഇന്നലെ വരെ അനുഭവിച്ച പല ദുഃഖങ്ങളും മറന്നു പോകാൻ സ്വർഗത്തിലെ ദൈവം ഇടവരുത്തും. ഹല്ലേലൂയ. നിങ്ങളത് പ്രാർത്ഥിക്കണം. ചെറിയ കാര്യമല്ല അത്. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഒരുപാട് പേർക്ക് പറയാനുണ്ട്. നമ്മളെല്ലാം ഓരോ തരത്തിൽ ദുഃഖം കൊണ്ടു നടക്കുന്നവരാണ്, വിഷമത്തെ ചുമക്കുന്നവരാണ്. നമ്മൾ പറയുന്നത് പോലെ കയറ്റം കയറി വരുന്ന ലോറി പോലെയാണ് പല മനുഷ്യരും. ആ ലോറിക്കകത്ത് മുഴുവൻ കോറിയെന്ന് കൊണ്ടുവന്ന കല്ലും അപ്പുറത്തും കയറ്റുന്ന മരവും എല്ലാം കയറ്റി വലിയ ലോറി ഫസ്റ്റ് ഗിയറിൽ കയറ്റം കയറി വരുന്ന പോലെയാണ് പല മനുഷ്യരും ജീവിതത്തിൽ നടന്നു പോകുന്നത്. ഭയങ്കര ഭാരമാണ്, ടെൻഷനാണ്, ബുദ്ധിമുട്ടാണ്, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഫസ്റ്റ് ഗിയറിൽ തന്നെ ഈ കയറ്റം കയറുന്നില്ല, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഇവിടെ ഇരിക്കുന്ന എന്നെ കണ്ട 4 പേര് ഇന്ന് രാവിലെയും ഇന്നലെയും പറഞ്ഞു, ജീവിക്കണമെന്ന് ആഗ്രഹമില്ല, മരിച്ചാൽ മതി. ഫോൺ വിളിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു, ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്ക്. എന്തുവാ വിഷയം? വേദനയില്ലാതെ എത്രയും വേഗം ഒന്ന് മരിച്ചു കിട്ടാൻ വേണ്ടി എന്തേലും മരുന്നോ എന്തേലും ഒരു വഴിയുണ്ടോ ഒന്ന് പറഞ്ഞതാ. വേദനയില്ലാതെ മരിക്കാൻ പ്രാർത്ഥന ചോദിക്കുമെന്നവർ തമാശക്കായിരിക്കില്ലല്ലോ. ഒരുപാട് വിഷമം വരുമ്പോഴൊക്കെയാണ് ഈ വാക്ക് പറയുന്നത്. വേദനയില്ലാതെ അങ്ങ് ജീവിതം അങ്ങ് തീർന്നു കിട്ടിയാൽ മതി, മരിച്ചാൽ മതിയായിരുന്നു. മരണം പോലും പ്രതീക്ഷിച്ചവർ മരിച്ചാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്നവരൊക്കെ കാണും അവിടെയും ഇവിടെയൊക്കെ. എല്ലാവരും ഈ വാക്ക് ഞാനിന്ന് ആവർത്തിച്ച് പറയുവാണ്. നിങ്ങളുടെ ദുഃഖങ്ങളെല്ലാം മറന്നു പോകുന്ന വിധത്തിൽ അപ്പുറത്ത് ഒരനുഗ്രഹം തന്ന് ആ അനുഗ്രഹം ആ വിഷമങ്ങൾ മറക്കാൻ ദൈവം ഇടവരുത്തും. അത് മനസ്സിലോർത്തൊന്ന് പ്രാർത്ഥിക്കുമോ? എന്താ നിങ്ങളെ അലട്ടുന്ന വിഷയം? എവിടെയാ നിങ്ങളുടെ മനസ്സ് വാടിപ്പോയത്? എവിടെയാ നിങ്ങൾ വല്ലാതെ ഒറ്റയ്ക്കായിപ്പോയെന്നൊക്കെ തോന്നിയത്? ഒറ്റയ്ക്കായിപ്പോയി, നമുക്കാരും ഇല്ലല്ലോ, നമുക്കൊന്നും നമ്മളെ സഹായിക്കാനൊന്നൊരു മനുഷ്യക്കുഞ്ഞു പോലും ഇല്ലല്ലോ, സ്നേഹിക്കേണ്ടവർ പോലും കുറ്റപ്പെടുത്തുവാണല്ലോ, ചേർത്ത് നിർത്തേണ്ടവർ പോലും അവഗണിക്കുവാണല്ലോ. എന്തൊരു ജീവിതമായത്! എവിടെയാ നിങ്ങൾ ഭാരപ്പെടുന്നത്? പ്രൈസ് ആൻഡ് വർഷിപ്പ് നടത്തിയപ്പോൾ പറഞ്ഞില്ലേ, ബ്രദർ ജോയ് പറഞ്ഞില്ലേ, നിന്റെ ഭാരം ദൈവത്തെ ഏൽപ്പിക്ക്, നിന്റെ ഭാരം ദൈവത്തെ ഏൽപ്പിക്ക്. എൻ്റെ ഭാരം ദൈവം എടുക്കുമ്പോൾ, നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, മൈലുകൾക്കപ്പുറം, കിലോമീറ്റർ അപ്പുറം നിങ്ങളുടെ ഭവനത്തിനകത്തൊരു വിടുതൽ നടക്കുവാൻ ആഗ്രഹിക്കുക. ദൈവത്തിന്റെ ഒരു സാന്നിധ്യം അവിടെ വെളിപ്പെടാൻ പ്രാർത്ഥിക്കുക. ആ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കും. അങ്ങനെയെങ്കിൽ എല്ലാവരും ഒരു നിമിഷം ആ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് എൻ്റെ ജീവിതത്തെ മുഴുവൻ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഇത് വിശ്വസിച്ച് എൻ്റെ എല്ലാ സങ്കടങ്ങളും ഒന്ന് മറക്കാൻ ഇടയാകണേ, മറന്നുപോകാൻ ഇടയാകത്തക്ക വിധം. ചിലർ പറയും, വാടക വീട്ടിൽ കിടന്ന് മടുത്തു, വാടക കൊടുത്ത് മടുത്തു, രോഗം കൊണ്ട് മടുത്തു, സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് മടുത്തു, ഒരു ജോലിയില്ല, ആകെ തകർന്നിരിക്കുവാണ്. സകല ദുഃഖങ്ങളും സകല ദുഃഖങ്ങളും മറന്നുപോകാൻ ഇടയാകുന്ന വിധത്തിൽ അപ്പുറത്ത് ദൈവം എനിക്കൊരു അനുഗ്രഹം തന്ന്
എന്നെ മാനിച്ചിരിക്കും. ഒരു അനുഗ്രഹം തന്ന് എന്റെ ദുഃഖങ്ങൾ മറക്കാൻ ദൈവം ഇടയാക്കും. ജോസഫിന് ഒരു വലിയ പദവി കൊടുത്ത് അനുഗ്രഹിച്ചപ്പോൾ ഇന്നലെ വരെയുള്ള സകല ദുഃഖങ്ങളും ആ മനുഷ്യൻ മറന്നുപോയി. എന്റെ എല്ലാ ദുഃഖങ്ങളും മറന്നു പോകത്തക്ക വിധം ഒരു അനുഗ്രഹം തന്നെ അനുഗ്രഹിക്കണേന്ന് ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നിമിഷം ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ. എന്റെ എല്ലാ ദുഃഖങ്ങളും എന്റെ എല്ലാ പ്രയാസങ്ങളും മറന്നുപോകാൻ ഇടയാക്കണമേ. ഇടയാകുന്ന വിധത്തിൽ ഒരു ജീവിതം എനിക്ക് തരണമേ. ഒരു ശുശ്രൂഷ എനിക്ക് തരണമേ. ഒരു അഭിഷേകം എനിക്ക് തരണമേ. ആമേൻ ജീസസ്. ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനമൊക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ, ഇന്നലെ ഞാൻ ഈ വാക്യങ്ങളൊക്കെ പറഞ്ഞതാ, പക്ഷെ ഒരു കാര്യം ഇന്ന് പുതിയതായൊരു കാര്യം പറയട്ടെ. ഓരോ വചനങ്ങളും ഓരോ താക്കോലാണ്, ഒരനുഗ്രഹത്തിൻ്റെ താക്കോലാണ്. ഹല്ലേലൂയ. ഇപ്പോൾ നിങ്ങളോട് ഞാൻ പറയുന്നത്, നിങ്ങളിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, അകത്തോ പുറത്തോ എവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴും നിങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിൽ പറഞ്ഞു പ്രാർത്ഥിക്കണം, പറയണം. നിങ്ങളത് വിശ്വസിക്കുന്നോന്ന് എനിക്ക് ഇവിടെ വരുമ്പോൾ മാത്രമല്ല കേട്ടോ, ദൈവാനുഗ്രഹമുള്ള ഏത് സ്ഥലത്ത് പോകുമ്പോഴും നിങ്ങൾ ആ കാര്യം മനസ്സിൽ പറയണം. ഞാൻ ഇന്ന കാര്യമാണ് ഇന്ന സമയത്ത് പ്രാർത്ഥിക്കുന്നത്, ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. മനസ്സിൽ വച്ചാൽ പോരാ. ഞാനൊരു വാക്യം വായിക്കാം. ബൈബിൾ തുടങ്ങുന്നത് അങ്ങനെയാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാമത്തെ വാക്യം ഒന്ന് വായിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാമത്തെ വാക്യം. ഭൂമി രൂപരഹിതവും, ഓരോ വാക്കുകളും ശ്രദ്ധിക്കുമോ? ഭൂമി രൂപരഹിതവും, ഒരു രൂപയില്ല, രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ആഴത്തിനു മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. അടുത്ത വാക്ക്, അടുത്ത വചനം. ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിനു മീതെ ചലിച്ചുകൊണ്ടിരുന്നു. എല്ലാവരും ഒരു നിമിഷം ശ്രദ്ധിക്കുക. ദൈവത്തിന്റെ ചൈതന്യം ആ വെള്ളത്തിന്റെ മുകളിൽ ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരുന്നു, ചലിച്ചുകൊണ്ടിരുന്നു, അനങ്ങിക്കൊണ്ടിരുന്നു. ഡെഡായിട്ടിരുന്നു എന്നല്ല, ജീവനോടെ ദൈവ ചൈതന്യം വെള്ളത്തിൻ്റെ മുകളിൽ ചലിച്ചു ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരുന്നു. അപ്പം ഇങ്ങനെ ദൈവ ചൈതന്യം ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ധ്യാനിച്ചു എന്നാണോ ദൈവം പറഞ്ഞു എന്നാണോ എഴുതിയ നോക്കിക്കുക. 3-ാമത്തെ വാക്യം, ദൈവം അരുൾ ചെയ്തു. ആ വാക്കെല്ലാവരും ശ്രദ്ധിക്കുക. ദൈവം അരുൾ ചെയ്തു ഇങ്ങനെ പതുക്കെ പറയുന്നത് തന്നെ. അരുൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉച്ചത്തിൽ പറയുക എന്ന അർത്ഥം. ദൈവം ഉച്ചത്തിൽ പറഞ്ഞു. എവിടെ വെച്ച് പറഞ്ഞു? ദൈവ സാന്നിധ്യം ചലിക്കുന്ന സ്ഥലത്ത് മിണ്ടാതിരുന്നു എന്നല്ല, ഉച്ചത്തിൽ പറഞ്ഞു. എന്നാ പറഞ്ഞു നോക്കിക്കേ? വെളിച്ചം ഉണ്ടാകട്ടെ. എന്നതാ ഉറക്കെ പറഞ്ഞത്? വെളിച്ചം ഉണ്ടാകട്ടെ. അപ്പൊ അവിടെ അത്രയും നേരം എന്തില്ലായിരുന്നു? വെളിച്ചമില്ല, ഒരു വെളിച്ചമില്ല, ഇരുട്ടാണെന്ന് എഴുതിയിട്ടുണ്ട്. അവിടെ നിന്ന് ദൈവം പോലും പറഞ്ഞത് പറയുക ചെയ്തേ, വെളിച്ചം ഉണ്ടാകട്ടെ. മനസ്സിൽ പറഞ്ഞു എന്നാണ്. അവിടെ ആരും ഇല്ലല്ലോ, അവിടെ 10,000 പേരുടെ കൺവെൻഷൻ ഒന്നും നടക്കുമല്ലോ, മൈക്കും ബോക്സും വെച്ചൊന്നും അല്ല പറഞ്ഞത്. ദൈവം പോലും അവിടെ നിന്ന് പറഞ്ഞു വെളിച്ചം ഉണ്ടാകട്ടെ. അങ്ങനെ പറഞ്ഞിട്ട് വല്ല ഗുണമുണ്ടായോ? 1 മാസം കഴിഞ്ഞപ്പോൾ വല്ല ഗുണമുണ്ടായി? ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ കുറച്ച് വെളിച്ചം ഉണ്ടായി എന്നാണോ എഴുതി? തൊട്ടു അടുത്ത വാക്യം, വെളിച്ചം ഉണ്ടായി. അടുത്ത സെന്റൻസ് എഴുതിയിരിക്കുവാണ്. എന്താണോ പറഞ്ഞത് അതവിടെ ഉണ്ടായി വന്നു. എവിടെയേലും പറഞ്ഞതല്ല. ദൈവസാന്നിധ്യം ചലിക്കുന്ന ജീവനോടെ നിൽക്കുന്ന സ്ഥലത്ത് ചില കാര്യങ്ങൾ പറഞ്ഞാൽ അതപ്പുറത്തത് പറഞ്ഞ പോലെ സംഭവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പറയില്ലേ, നിങ്ങളുടെ നാവ് പൊന്നാകട്ടോ, നിങ്ങൾ പറഞ്ഞ പോലെ സംഭവിച്ചിട്ടുണ്ട്. അയാളുടെ ഗുണമല്ല, ദൈവസാന്നിധ്യത്തിൽ നിന്നോണ്ട് പറയുന്ന വാക്കുകളെ ദൈവം അനുഗ്രഹമാക്കും. ഇതിവിടെ മാത്രമല്ല, നിങ്ങൾ ഇവിടെ വരുമ്പോഴായാലും നിങ്ങൾ മറ്റ് നല്ല പ്രാർത്ഥനയുള്ള ദൈവാനുഗ്രഹമുള്ള സ്ഥലത്ത് പോകുമ്പോൾ ഒരു നല്ല സെൽഫി എടുത്തു, ഒരു ഫോട്ടോ എടുത്തു, സ്റ്റാറ്റസ് ഇട്ടേച്ച് മാത്രം പോവല്.
അവിടെ നിങ്ങൾ പറയണം, വിശ്വാസത്തിൽ പറയണം, എൻ്റെ വീട് അനുഗ്രഹിക്കപ്പെടട്ടെ, എൻ്റെ വിസ ശരിയായി വരട്ടെ, എൻ്റെ കുഞ്ഞുങ്ങൾ നന്നായി പഠിക്കാൻ ഇടവരട്ടെ. ഇങ്ങനെയൊക്കെ നിങ്ങൾ വിശ്വാസത്തിൽ റോട്ടിന്ന് പറയണമെന്നല്ല, എവിടെയെങ്കിലും പോകുമ്പോൾ പറയണമെന്നല്ല, ദൈവ സാന്നിധ്യം ചലിക്കുന്ന ജീവനോടെ നിൽക്കുന്ന സ്ഥലത്ത് ദൈവം പോലും മിണ്ടാതിരുന്നപ്പോഴല്ല ഇതെല്ലാം ഉണ്ടായത്. ദൈവം പോലും അരുളി ചെയ്തപ്പോഴാ, വാ തുറന്ന് പറഞ്ഞപ്പോഴാ ഓരോന്നോരോന്നുണ്ടായി വന്നത്. ഈ ഒരു കാര്യം പറഞ്ഞുള്ളൂ, വീണ്ടും പറഞ്ഞു, വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു, അവിടുന്ന് വെളിച്ചത്തെ, 6-ാമത്തെ വാക്യം, ദൈവം വീണ്ടും ദൈവം വീണ്ടും പറഞ്ഞു, ജലമധ്യത്തിനൊരു വിധാനമുണ്ടാകട്ടെ, അത് ജലത്തെ രണ്ടായി തിരിക്കട്ടെ. എല്ലാം പറഞ്ഞപ്പോഴാ ഉണ്ടായി വന്നത്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ വിഷമിക്കുന്നുണ്ടോ? എൻ്റെ കൊച്ച് വിശ്വാസവും ഇല്ല, പ്രാർത്ഥനയില്ലല്ലോ, എല്ലാത്തിനും ഒരു വിമർശനമാണല്ലോ. നിങ്ങൾ ആ കൊച്ചിനെ ഉപദേശിക്കുന്നതിനും ഇങ്ങനെയുള്ള സ്ഥലത്ത് വരും പറ, എൻ്റെ കുഞ്ഞ് ദൈവത്തോട് അടുക്കാൻ ഇടവരട്ടെ, എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറാൻ ഇടവരട്ടെ. കേട്ടാ പോരാ, വിശ്വാസത്തിൽ അത് അടുത്തിരിക്കുന്ന ഒരാൾ കേട്ടില്ലേ പോലും അത് വിശ്വാസത്തിൽ പറയുന്നത് അപ്പുറത്തുണ്ടായി വരും. ഹല്ലേലൂയ. ഇത് ദൈവ സാന്നിധ്യം ചലിക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ വന്നത്. ഇവിടെ ഇരിക്കുന്ന ആരും ഇവിടെ ഏലത്തോട്ടം കാണാനോ, ഈ കെട്ടിടം ഏത് സിമെൻറ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയെന്നറിയാനോ, ഇവിടെ ഹാളൊക്കെ എങ്ങനെ ഉണ്ടെന്ന് സ്ഥലം കാണാനോ, ഇവിടുത്തെ വയനാട് കാണാനൊന്നും വന്നവരല്ല. ഈ സ്ഥലം വന്നവർ, ഇവിടെയുള്ള ആൾക്കാർ എങ്ങനെയുണ്ട്, ഇവിടെ പള്ളി എങ്ങനെയുണ്ട്, ഇവിടെ ഏത് പെയിൻ്റ് അടിച്ചിരിക്കുന്ന ഫാനൊക്കെ എങ്ങനെയുണ്ട്, ഇതൊന്നും കാണാൻ വന്നവരല്ല. നിങ്ങളൊരു അനുഗ്രഹത്തിന് വേണ്ടി വന്നവരാണ്. ഈ സ്ഥലം കാണാൻ വന്നവരൊന്നും ആരുമല്ല. ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തൊരു അനുഗ്രഹത്തോടെ പോകാൻ വന്നവരാ. നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. ദൈവം പോലും പറഞ്ഞപ്പം അതുണ്ടായി വന്നു. ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ആവശ്യങ്ങളെ ഒന്ന് മനസ്സിൽ പറഞ്ഞ് അങ്ങനെയൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച്, ആവശ്യങ്ങളെ ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച്, നിങ്ങളുടെ ആവശ്യങ്ങൾ അടുത്തിരിക്കുന്ന ആൾ കേൾക്കുന്ന വിധത്തിലൊന്നും പറയണ്ട, മനസ്സിലൊന്ന് പറഞ്ഞ്, എൻ്റെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകട്ടെ, എൻ്റെ മക്കൾക്കൊരു നല്ല ഭാവി ഉണ്ടാകട്ടെ, എൻ്റെ ജീവിതം ഒന്ന് തെളിഞ്ഞു വരാൻ ഇടയാകട്ടെ, നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ, നല്ലൊരു മാനസാന്തരം ഉണ്ടാകട്ടെ, എൻ്റെ ഭവനം ഒരു നല്ല ഭവനമായി തീരട്ടെ. നിങ്ങളുടെ വിശ്വാസത്തിൽ ഓരോന്നൊക്കെ ഒന്ന് പറഞ്ഞ് ആ പാസ്പോർട്ട് വിസ സംബന്ധമായ പ്രശ്നങ്ങൾ മാറട്ടെ, ആ വിസയുടെ തടസ്സങ്ങൾ മാറട്ടെ. ദൈവ സാന്നിധ്യം വെള്ളത്തിൻ്റെ മുകളിൽ ദൈവത്തിന്റെ ചൈതന്യം ചലിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞത് മുഴുവൻ അതുപോലെ അപ്പുറത്തുണ്ടായി വന്നു. എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അത് നിങ്ങൾ ഇവിടെ നിന്ന് പറയുമ്പോൾ ദൈവം അതിനെ ഏറ്റെടുത്ത് എന്നേലും ഒരിക്കലല്ല, ഈ നിമിഷം തന്നെ, അതാ പ്രാർത്ഥനയിൽ പറഞ്ഞത്, ഈ നാളുകളിൽ തന്നെ ചില അത്ഭുതങ്ങൾ കാണാൻ, ഈ നാളുകളിൽ തന്നെ സൗഖ്യം കാണുവാൻ, ഈ നാളുകളിൽ തന്നെ ദൈവത്തിന്റെ വിടുതൽ കാണുവാൻ, ഈ നാളുകളിൽ തന്നെ പുതിയ വഴികളെ തുറക്കുന്നത് അനുഭവിക്കാൻ നിങ്ങൾക്ക് ഇടവരട്ടെ. ഒരു കരം ഉയർത്തി എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുമോ? ഹല്ലേലൂയ. ജീസസ്. പരിശുദ്ധാത്മാവേ, ദൈവ ചൈതന്യം ചലിക്കുമ്പോൾ ഞങ്ങളും ഇത് പറയുന്നു, ഈ ആലയം അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവിടെയുള്ള ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവിടെയുള്ള നേർച്ചകൾ അനുഗ്രഹമാകട്ടെ, കൗൺസിലിംഗ് അനുഗ്രഹമാകട്ടെ, ഗാന ശുശ്രൂഷ അനുഗ്രഹമാകട്ടെ, നേർച്ച ഭക്ഷണം അനുഗ്രഹമാകട്ടെ, ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെടട്ടെ, അത് സംഭവിക്കട്ടെ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഇത് നിങ്ങൾക്ക് എപ്പോഴും ഒരു പാഠമാകട്ടോ. നല്ലൊരു ദേവാലയത്തിൽ പോകുമ്പോൾ നമ്മളെന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് ഒരു ഫോട്ടോയൊക്കെ എടുത്തു, ഒരു സെൽഫി എടുത്തു, അത് നല്ല അഭിപ്രായം പറഞ്ഞ് വേഗം പോരും. പാടില്ല. നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവത്തെ ആരാധിച്ച് അവിടെ പറയണം. പറയുന്നത് അപ്പുറത്തുണ്ടായി വരാൻ തുടങ്ങും. വിശ്വസിക്കുന്നു? ഇവിടെ എഴുതിയിട്ടുണ്ട്, ദൈവം അരുളി ചെയ്തു എന്നാ പറഞ്ഞത്, വെളിച്ചം ഉണ്ടാകട്ടെ. അത്രയും നേരം ഇല്ലാത്തത് പെട്ടെന്ന് അവിടെ ഉണ്ടായി, വെളിച്ചം ഉണ്ടായി, അത് നല്ലതെന്ന് കണ്ടു. ദൈവം നിങ്ങൾക്ക് നല്ലതൊക്കെ നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കുന്നവരെയാണ് ദൈവത്തിന് ആവശ്യം, വിശ്വസിക്കുന്നവരെയാ ദൈവത്തിന് ആവശ്യം, സ്നേഹിക്കുന്നവരെയാ ദൈവത്തിന് ആവശ്യം, ക്ഷമിക്കുന്നവരെയാ ദൈവത്തിന് ആവശ്യം. ദൈവത്തിന് ആവശ്യമുണ്ട്. ദൈവം നിങ്ങളിൽ അത്ഭുതങ്ങളെ ചെയ്യും. ഒരു വാക്യം വേഗത്തിലെടുക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 4-ാം അധ്യായം
46 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ച് ഒന്ന് ശ്രദ്ധിക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 46 മുതലുള്ള വാക്യമാണ്. എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. എനിക്ക് നല്ല ഉറപ്പുണ്ട് ഈ വചനത്തിലൂടെ ദൈവം നിങ്ങളിൽ വലിയ കാര്യങ്ങൾ ചെയ്യുമെന്ന്. ഹല്ലേലൂയ. വായിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 4:46. അവൻ വീണ്ടും ഗലീലയിലെ കാനായിലെത്തി. അവിടെ വെച്ചാണ് അവൻ വെള്ളം വീഞ്ഞാക്കിയത്. ഈ വാക്യം ഇങ്ങനെ എഴുതിയിട്ടുള്ളത്, ഈ കാനായിലാണ് വെള്ളം വീഞ്ഞായി മാറി അത്ഭുതം ചെയ്തത്. എഴുതിയിരിക്കുന്നു, അവൻ വീണ്ടും ഗലീലയിലെ കാനായിലെത്തി. അവിടെ വെച്ചാണ് അവൻ വെള്ളം വീഞ്ഞാക്കിയത്. അടുത്ത ഭാഗം ശ്രദ്ധിക്കുക. കഫർനാമിൽ ഒരു രാജസേവകൻ ഉണ്ടായിരുന്നു. അവന്റെ മകൻ രോഗബാധിതനായിരുന്നു. കൃത്യമായിട്ട് ആർക്കും മനസ്സിലാകുന്ന വിധത്തിലാണ് എഴുതിയിട്ടുള്ളത്. കഫർനാമിൽ ഒരു രാജാവിൻ്റെ PA, സെക്രട്ടറി, രാജാവിൻ്റെ ഉത്തമ സ്നേഹിതൻ, വലിയ പുള്ളിയാണ്, രാജസേവകൻ ഉണ്ടായിരുന്നു. പുള്ളിക്ക് രാജാവുമായിട്ട് നല്ല പേഴ്സണൽ ബന്ധമുള്ള ആളാണ്. മുഖ്യമന്ത്രി, പ്രധാനമന്ത്രിയോടൊക്കെ നല്ല ബന്ധമുള്ള ഒരാൾക്ക് നാട്ടിലെവിടെ ഒരു വിലയുണ്ട്. ഇതുപോലെ ഈ വ്യക്തി ഒരു സാധാരണക്കാരനല്ല, രാജസേവകനാണ്, രാജാവിൻ്റെ വലിയ അടുത്ത ആളാണ്. പക്ഷെ പുള്ളിയുടെ മകന് രോഗം ബാധിച്ചിരിക്കുന്ന അവസ്ഥയാണ്. യേശു യൂദയായിൽ നിന്ന് ഗലീലിലേക്ക് വന്നുവെന്ന് കേട്ടപ്പോൾ അവൻ ചെന്ന് തൻ്റെ ആസന്ന മരണനായ മകനെ. ആർക്കു വേണ്ടിയാണ്? രോഗം ബാധിച്ച് ചെറിയൊരു ഗുളികയൊക്കെ മതിയെന്ന് ഇരിക്കുന്ന ഒരാളല്ല. ഈ വ്യക്തിയുടെ മകൻ മരിക്കാറായ വിധത്തിൽ രോഗബാധിത, വലിയ പ്രശ്നമാണ്, വിഷയം സീരിയസ് ആണ്. രോഗബാധിതനായി മരണത്തോടടുത്ത തൻ്റെ മകനെ വന്ന് സുഖപ്പെടുത്തണമെന്ന് അവനോട് അപേക്ഷിച്ചു. ഒരു കാര്യം ശ്രദ്ധിച്ച, ഈ വ്യക്തി വലിയൊരു പുള്ളിയാണ്, രാജസേവകനാണ്. എന്നിട്ട് പോലും ആരുടെ അടുത്തേക്ക് വന്നു? യേശുവിൻ്റെ അടുത്ത് വന്ന് അപേക്ഷിച്ചു. അന്നത്തെ കാലത്തെ സമൂഹത്തിൽ നിലയും വിലയും സ്ഥാനവുമുള്ള വ്യക്തികൾ പോലും യേശുവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചിരുന്നു. പലരും പറയും, ഞങ്ങളൊക്കെ കാശുകാരല്ലേ, ഞങ്ങളൊക്കെ വലിയ ആൾക്കാരാണ്, ഞങ്ങളൊക്കെ അവിടെ വന്നാൽ മറ്റുള്ളവർ എന്നാ വിചാരിക്കും? ഈ ബൈബിൾ വായിച്ചു നോക്ക്. രാജാവിൻ്റെ പ്രിയപ്പെട്ട ഒരാൾക്ക് പിള്ളേർക്കൊരാവശ്യം വന്നപ്പോൾ ഓടിച്ചെന്ന് രാജാവിൻ്റെ അടുത്ത് ചെന്നു എന്നല്ല, യേശുവിൻ്റെ അടുത്ത് ചെന്നു എന്നാണ്. നിങ്ങൾ ദൈവവചനം കേൾക്കാൻ അടുത്തു വരുന്നത് നിങ്ങളുടെ വീടിൻ്റെ വിടുതലായിട്ട് മാറും, തലമുറകളുടെ രക്ഷയായിട്ടത് മാറും. ഹല്ലേലൂയ. ഇനി അടുത്ത ഭാഗം വായിക്കാം. അപ്പോൾ യേശു പറഞ്ഞു, അടയാളങ്ങളും അത്ഭുതങ്ങളും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കുകയില്ലല്ലോ. 49-ാമത്തെ വാക്യം. അപ്പോൾ ആ രാജസേവകൻ ആ വലിയ മനുഷ്യൻ അവനോട് പറഞ്ഞു, യേശുവിനോട് പറഞ്ഞു, കർത്താവേ, എൻ്റെ മകൻ ഈ മണിക്കൂറിൽ, ഈ ദിവസം വലിയ താമസമില്ലാണ്ട് മരിച്ചു പോകും. പ്ലീസ്, മരിക്കുന്നതിന് മുമ്പെങ്കിലും വരണമേ, ഒന്ന് എൻ്റെ വീട്ടിൽ വരണം. വിഷയം സീരിയസ് ആണ്, അധികം പറഞ്ഞുകൊണ്ടിരിക്കാൻ നേരെയില്ല. ഡോക്ടറൊക്കെ കൈവിട്ട വിഷയമാണ്, മരിച്ചു പോകുമെന്നാണ് പറയുന്നത്. മരിക്കുന്നതിന് മുമ്പ് എൻ്റെ വീട്ടിലൊന്ന് വരണം എന്ന് പ്രാർത്ഥിച്ചു. 49-ാമത്തെ വാക്യം. യേശു പറഞ്ഞു, പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിക്കും. അപ്പോൾ ഒരു വാക്ക് യേശു പറഞ്ഞു, പോയിക്കൊള്ളുക, നിന്റെ മകന് ജീവിക്കും. ഇത് പറഞ്ഞത് എവിടെ വെച്ചാ? അവിടെ വെച്ച്. ഈ രാജസേവകന്റെ മകൻ ഇപ്പം എവിടെ ഉള്ളത്? വീട്ടിലുള്ള രണ്ട് സ്ഥലമാണ്. പ്രാർത്ഥിച്ച സ്ഥലത്ത് വെച്ച് യേശു പറഞ്ഞു, സഹോദര, നീ വിട്ടോ, പൊക്കോ, നിന്റെ മകൻ ജീവിച്ചോളൂ, ഒരു ആപത്തും വരികയല്ലെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ യേശു പറഞ്ഞ വചനം അശ്രദ്ധിച്ചു. 50-ാമത്തെ വാക്യം. യേശു പറഞ്ഞ വചനം വിശ്വസിച്ച് അവൻ പോയി. ഒരൊറ്റ വാക്ക് പറ്റുമോ നമുക്കും ചെയ്യാൻ? യേശു പറഞ്ഞ വചനത്തെ വിശ്വസിച്ച് അവൻ പോയി. പുള്ളി തിരിച്ചുപോയി. ആ വചനം വിശ്വസിച്ചുകൊണ്ട് പോയി. ഇനി കാണുകയാണ്,
നിങ്ങൾ ഇവിടെ ഇരുന്ന് വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ വീട് 50 കിലോമീറ്റർ അപ്പുറത്താണ്, അല്ലെ 100 കിലോമീറ്റർ അപ്പുറത്താണ്, 500 മൈലുകൾക്കപ്പുറമാണ്, എത്രയും ദൂരമാകട്ടെ, നിങ്ങളിവിടെ ഇരുന്ന് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഈ വചനത്തെ വിശ്വസിച്ചേറ്റെടുക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് 100, 200, 500 മൈലുകൾക്കപ്പുറമുള്ള നിങ്ങളുടെ ഭവനത്തിനകത്തത് അത് വെളിപ്പെടാൻ തുടങ്ങും. ഈ വാക്ക് നല്ലതാ. 50-ാമത്തെ വാക്യം, യേശു പറഞ്ഞ വചനം വിശ്വസിച്ചോണ്ട് പോയി. ഹല്ലേലൂയ. എന്തിനാ രാജസേവകൻ പറഞ്ഞത് എൻ്റെ വീട്ടിലേക്ക് ഒന്ന് വരണം, എൻ്റെ കൊച്ചു മരിക്കാറായി കിടക്കുക, മരിക്കുന്നതിന് മുമ്പേലും ഒന്ന് വരാവോ എന്നൊക്കെ ചോദിച്ച് യേശു പോയി എന്ന് പറയുന്നില്ലല്ലോ. അങ്ങനെയാണ് ഈ രാജസേവകൻ പറയില്ലേ, ഇവർക്കൊക്കെ എന്നാ ഡിമാൻഡാണ്, ഒന്ന് എൻ്റെ വീട്ടിൽ വരാവോന്ന് ചോദിച്ചോ, വലിയ സീരിയസ് ആണെന്ന് പറഞ്ഞിട്ട് പോലും വന്നില്ലല്ലോ. പിറുപിറുത്തോണ്ടോ വിഷമിച്ചോണ്ടോ ചീത്ത പറഞ്ഞോണ്ടോ നിരാശപ്പെട്ടു പോയി എന്നല്ല, വിശ്വസിച്ചോണ്ട് പോയി. നിങ്ങളും ഈ സ്ഥലത്ത് വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ അയാളെന്താ ഇങ്ങനെ, ഇതെന്ത് പരിപാടിയാണ്, ഇവിടെ അങ്ങനെയില്ലല്ലോ, ഇവിടെ ആരും ചെയ്യുന്നില്ലോ, പിറുപിറുത്തോണ്ട് പോവല്ലേ. ഇവിടെ നിന്ന് കേൾക്കുന്ന ആ വചനം വിശ്വസിച്ചോണ്ട് വേണം ഈ പ്രാർത്ഥന കഴിയുമ്പോൾ നിങ്ങൾ ആ വണ്ടിയിൽ കയറി പോകാൻ. വിശ്വസിച്ചോണ്ട് പോകണം. എന്നിട്ട് എന്തെങ്കിലും ഗുണമുണ്ടായോ ഈ ദേഹത്തിന്? 50-ാമത്തെ വാക്യം ഒന്നോട് വായിക്ക്. യേശു പറഞ്ഞ വചനം വിശ്വസിച്ച് അവൻ പോയി. ഒറ്റ കാര്യമേ ഉള്ളൂ, നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി എന്നല്ല, നേരെ വീട്ടിലേക്ക് പോയി. 51-ാമത്തെ വാക്യം, പോകും വഴി ഈ മനുഷ്യൻ തിരിച്ചു പോകും വഴി മകൻ സുഖം പ്രാപിച്ചിരിക്കുന്നു എന്ന വാർത്തയുമായി ഭൃത്യന്മാർ എതിരെ വന്നു. അപ്പം പുള്ളി ചില്ലറക്കാരൊന്നുമല്ല, വീട്ടിൽ ഭൃത്യന്മാരുള്ളവരാണ്. നമ്മുടെ വീട്ടിൽ വേലക്കാരും ഭൃത്യന്മാരൊന്നും ഇല്ല. അപ്പം നമ്മളെക്കാൾ വലിയ പുള്ളിയാണ് ഇവർ. രാജസേവകനാണ്. വീട്ടിൽ ജോലിക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, എന്തിനും ഏതിനും ആളുണ്ട്. നല്ല സ്ഥാനവും മാനവും രാജ്യത്തുള്ള ആളാണ്. അദ്ദേഹം തിരിച്ചു പോകുമ്പോൾ ഇതാ അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള ജോലിക്കാർ ഭൃത്യന്മാർ വന്ന് പറഞ്ഞു, ഇങ്ങനെ വന്ന് പറഞ്ഞു, നിങ്ങളുടെ മകന് സൗഖ്യമായി കേട്ടോ, നിങ്ങളുടെ മകൻ രക്ഷപ്പെട്ടു കേട്ടോ എന്ന്. 51-ാമത്തെ വാക്യം, പോകും വഴി മകൻ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു എന്ന വാർത്തയുമായി ഭൃത്യന്മാർ എതിരെ വന്നു. പോയപ്പോ ഇദ്ദേഹം യേശുവിനെ കാണാൻ പോയപ്പോൾ കൊച്ചു കട്ടിലേക്ക് കിടക്കുന്ന കണ്ടതാ. തിരിച്ചു ചെന്നപ്പോൾ കണ്ടത് ദൈവം ചെയ്ത അത്ഭുതമാണ്. നിങ്ങളും ചില കാര്യങ്ങളെ കണ്ടും കേട്ടും ഒക്കെ മനസ്സ് വിഷമിച്ചായിരിക്കും വന്നത്. തിരിച്ചു ചെല്ലുമ്പോൾ ദൈവം ആ വിഷയത്തിനകത്ത് ഇടപെട്ടത് കാണാനും അറിയാനും അനുഭവിക്കാനും ഇടവരണമെന്ന് തന്നെ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ഇവിടെ ഈ അത്ഭുതം നടക്കാൻ വേണ്ടി വലിയ കാര്യം ഒന്നും ചെയ്തില്ലല്ലോ. ഇവിടെ അത്ഭുതം നടക്കാൻ വേണ്ടി അവരോട് പറഞ്ഞില്ല 100 ദിവസം ഉപവാസം എടുക്ക്, പറഞ്ഞില്ല. അവരോട് പറഞ്ഞില്ല ഒറ്റക്കാലം നിൽക്കണം, വെളുപ്പിന് 2:30 എഴുന്നേറ്റോണം. ഒരു വലിയ ഭീകരമായ ഒരു പരിപാടിയും പറഞ്ഞില്ല. ഒറ്റ കാര്യം ആ വ്യക്തി ചെയ്തുള്ളൂ. ആ രാജസേവകൻ ആ വചനം കേട്ടപ്പോൾ അത് വിശ്വസിച്ചുകൊണ്ട് സന്തോഷത്തോടെ തിരിച്ചു പോയപ്പം ഒരു സദ്വാർത്തയാണ് കേട്ടത്. പ്രാർത്ഥിക്കാൻ പോയത് നഷ്ടമായോ? ആ സമയം മാറ്റിവെച്ച് ഒരു ഡോക്ടറെ കൂട്ടിക്കൊണ്ട് വരായിരുന്നു രാജസേവകനല്ലേ, അതിനുവേണ്ടി പോകാതെ പ്രാർത്ഥിക്കാൻ പോയത്. പലരും പറഞ്ഞു കാണും, നിങ്ങൾ എന്നെ കാണിക്കാൻ അങ്ങോട്ട് പോകുന്നത്, നിങ്ങൾ ആ വൈദ്യനെ കൂട്ടിക്കൊണ്ടുപോവാ, നിങ്ങൾ രാജസേവകനല്ലേ, ആ രാജാവിനെ ചികിത്സിക്കുന്ന ആ പേരുകേട്ട വൈദ്യനെ കൊണ്ടുപോവാ, നിങ്ങൾ അവിടെ പ്രാർത്ഥിക്കാൻ പോകാതെ പ്രാർത്ഥിക്കാൻ പോയതാ അപ്പുറത്തൊരു സൗഖ്യമുണ്ടാകാൻ, വിടുതലുണ്ടാകാൻ കാരണമായത്. നിങ്ങളും ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നത് ഒരു നഷ്ടവുമാകത്തില്ല. അത് അനുഗ്രഹത്തിന്റെ ഒരു താക്കോലായി മാറുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഇനി അടുത്ത ഭാഗം എല്ലാവരും ശ്രദ്ധിക്കുക. വളരെ ഒരു കാര്യമുണ്ട് ഇവിടെ. ഒരു കാര്യം ഈ വ്യക്തി ചോദിച്ചു, എപ്പോഴാ ഈ സംഭവം നടന്നേ? രാജസേവകൻ ചോദിച്ചു, ഏത് സമയത്തായത്? 10:30-ക്കാണോ 11 മണിക്കാണോ 10:50-നാണോ ഈ സംഭവം എപ്പോഴാണ് നടന്നതെന്ന് അവിടെ വച്ച് ചോദിച്ചു. 52-ാമത്തെ വാക്യം, ഏത് സമയത്താണ് അവന്റെ സ്ഥിതി മെച്ചപ്പെട്ടതെന്ന് അവൻ അന്വേഷിച്ചു. അതെന്തിനാ അങ്ങനെ ചോദിച്ചത്? ഏത് സമയത്തായ എന്നാ? ആള് സൗഖ്യമായില്ലേ പോരെ? അല്ല, രാജസേവകൻ ഒരു സംശയം, ഏത് സമയത്താ കൊച്ചിന് മാറ്റം വന്നത്?
ഇങ്ങനെ തന്നെ ചോദിച്ചു, വന്ന ഭൃത്യന്മാരോട് ചോദിച്ചു, അല്ല ഏത് സമയത്താ ഈ അത്ഭുതം അവിടെ നടന്നത്? അപ്പോൾ അവർ പറഞ്ഞു, ഇന്നലെ 7-ാം മണിക്കൂറിൽ 7-ാം മണിക്കൂറിൽ ഒരു സമയം പറഞ്ഞു. 7-ാം മണിക്കൂറിൽ ഈ സംഭവമൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം പറയുക, അതേ സമയത്ത് ഞാൻ യേശുവിൻ്റെ അടുത്തായിരുന്നു. ആ സമയം തന്നെയാണ് ഇപ്പുറത്തൊരു അനുഗ്രഹമായിട്ട് മാറിയത്. ഈ സമയം നഷ്ടമല്ല. അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് പിടി കിട്ടും. വായിക്കാം. ഇന്നലെ 7-ാം മണിക്കൂറിൽ പനി വിട്ടുമാറി എന്ന് അവർ പറഞ്ഞു. ഇന്നലെ ഇന്നേ സമയത്ത് നമ്മൾ പറയില്ലേ, ഒരു 10:30 ആയപ്പോഴത്തേക്ക് പനിയൊക്കെ അങ്ങ് വിട്ടു, പെട്ടെന്ന് പനി വിട്ടു എന്ന് പറയുന്ന പോലെ എഴുതിയിട്ടുണ്ട്. ഇന്നലെ 7-ാം മണിക്കൂറിലായി ഈ സംഭവം നടന്നെന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത ഭാഗം അപ്പം പറയുവാണ്, നിന്റെ മകൻ ജീവിക്കുമെന്ന് യേശു പറഞ്ഞത് ആ മണിക്കൂറിൽ തന്നെയാണെന്ന്. 2 സമയം കണ്ടോ? സൗഖ്യമായ സമയവും യേശു പറഞ്ഞു നിന്റെ മകൻ സൗഖ്യമാകും, ധൈര്യമായിട്ട് പൊക്കോ എന്ന് രണ്ടും പറഞ്ഞത് ഒരേ സമയത്താണെന്ന് ആ പിതാവ് മനസ്സിലാക്കി. പ്രാർത്ഥിച്ച സമയം മക്കൾക്കൊരനുഗ്രഹമായി. പ്രാർത്ഥിച്ച സമയം വീടിനകത്തൊരു സന്തോഷം നിറയാൻ ഇടവന്നു. ഇവിടെ ഇരിക്കുന്ന 100 കൂട്ടം ജോലിയും തിരക്കുമുള്ള നിങ്ങളോട് പറയാം, പലതും കേട്ടേച്ച് വിഷമിച്ചായിരിക്കും ഇവിടെ ഇരിക്കുന്നത്. പലതും കണ്ടേച്ച് എൻ്റെ വീട് ഇങ്ങനെയാണല്ലോ, എൻ്റെ പിള്ളേരിങ്ങനെയാണല്ലോ, എൻ്റെ ജീവിത പങ്കാളി ഇങ്ങനെ ആയി പോയല്ലോ, വിഷമിച്ചായിരിക്കും വന്നത്. ഇവിടെ നിന്ന് പോകുമ്പോൾ ഇതെന്നാ പ്രാർത്ഥനയാ, ഇതൊക്കെയാണോ പ്രസംഗം, ഇവിടെ ഒരു സൗകര്യമില്ലല്ലോ, ഇതൊന്നും പറഞ്ഞ് പിറുപിറുത്തോണ്ട് പോകല്. ഈ വചനം വിശ്വസിച്ചുകൊണ്ട് പോകും. നിങ്ങളുടെ ഭവനത്തിനകത്ത് ഇവിടെ നിങ്ങൾ ചെലവഴിക്കുന്ന ഈ സമയം ആ രോഗിയുടെ മേൽ, ആ കാനഡയിലുള്ള മകൻ, അമേരിക്കയിലുള്ള മകൻ, അല്ലെങ്കിൽ ആ UK-യിലുള്ള ഇന്ന ആള് അവിടെ വിസ ഇല്ലാതിരിക്കുന്നു, ആ ഇസ്രായേലിലുള്ള ഒരാൾ, ഓസ്ട്രേലിയയിലുള്ള ഒരാൾ എന്നാ ചെയ്യുമെന്ന് ഓർത്തിരിക്കുന്നത്. നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അപ്പുറത്ത് ദൈവം ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടായിരിക്കുന്നതെന്ന് വിശ്വസിക്കുക. അപ്പുറത്ത് ഒരു പക്ഷേ നാളുകളായി പാസ്പോർട്ട് വിസയൊക്കെ പ്രശ്നമാ, തടസ്സമാ. അപ്പുറത്ത് ദൈവം ഒരു പ്രവൃത്തി ചെയ്യും. ഇന്നലെ ഞാൻ ക്ലാസ് എടുക്കാൻ കയറുന്നതിന് മുമ്പ് ഒരു വർഗീസ് ബ്രദർ അൾത്താരയിൽ കയറി ഒരു സാക്ഷ്യം ഒരാളെ കൊണ്ട് പറയിച്ചു. അവർക്ക് അമേരിക്കയ്ക്ക് പോകാൻ ഒരു വിസയുമായി ബന്ധപ്പെട്ടൊരു വിഷയമായിരുന്നു. ഇപ്പോൾ അമേരിക്ക നയിക്കുന്ന ബഹുമാനപ്പെട്ട ട്രംപ് ഭരണകൂടത്തിൻ്റെ നിയമങ്ങൾ ബുദ്ധിമുട്ട് വന്നപ്പോൾ ആ കുടുംബത്തെയും അത് ബാധിച്ചിരുന്നു. ഒരു കാരണത്താലും അമേരിക്കയ്ക്ക് പോകാൻ പറ്റുന്നൊരു സാഹചര്യമല്ലായിരുന്നു. അങ്ങനെ ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. 300-ലധികം പേര് ആ വിസ എടുക്കാൻ ആ സ്ഥലത്ത് ആ ഒരു കാര്യത്തിന് അവിടെ ഉണ്ടായിരുന്നു. ഇവർ 300 പേരുടെയും പുറകിലാണ് നിന്നത്. അപ്പോൾ അവിടെ നിന്ന ഒരാൾ ഇവരെ വിളിച്ചോണ്ട് ഏറ്റവും മുന്നിൽ കൊണ്ടുപോയെന്ന്, ഒരു പരിചയമില്ലാത്ത ഒരാൾ അവിടെ നിന്നു. ഇൻ്റർവ്യൂ നിമിഷ നേരങ്ങൾ കൊണ്ട് ഒരിക്കലും സാധിക്കാത്തൊരു കാര്യം സാധിച്ചു കിട്ടി. നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അപ്പുറത്തൊരു ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടാണ് ഇരിക്കുന്നത്. ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി എല്ലാവരും ശബ്ദം ഉയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് നിങ്ങൾ എത്രമാത്രം വിശ്വസിക്കുന്നു എന്നെനിക്കറിയില്ല, ഇത് എത്രമാത്രം നിങ്ങൾക്ക് മനസ്സിലായെന്നറിയില്ല. ഇവിടെ ഈ വചനം നമ്മൾ ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുണ്ട്. ഇദ്ദേഹം ഈ രാജസേവകൻ ചോദിച്ചു, എപ്പോഴാ എൻ്റെ കൊച്ചിന് സൗഖ്യമായത്, എപ്പോഴാ വിടുതൽ നടന്നത്, എപ്പോഴാ സംഭവം അങ്ങനെ ഒരു ഇടപെടലുണ്ടായത്? അപ്പനായ ഞാൻ യേശുവിൻ്റെ സന്നിധിയിൽ നിന്ന അതേ 7-ാം മണിക്കൂറിൽ തന്നെയാണല്ലോ അപ്പുറത്തൊരു സൗഖ്യവും നടന്നത്. ചില നമ്മൾ പറയില്ലേ, ഒരു നഷ്ടക്കച്ചവടമായി പോകണ്ടായിരുന്നു. ഈ ആലയത്തിൽ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ആരും ഇവിടെ വന്നേച്ചോ നാളെ ഒരു സമയത്ത് ആ റോട്ടിലിറങ്ങി പോകണ്ടായിരുന്നു, ഇവിടെ വരണ്ടായിരുന്നു എന്ന് പറയാൻ ദൈവം ഇടവരുത്തിയേല. ഇവിടെ വരണ്ടായിരുന്നു, ഏറുതെ സമയം പോയി, കുറേ നേരം അതിനകത്തിരുന്ന് കാലും കയ്യും എല്ലാം മടുത്തു എന്നല്ലാണ്ട് ഒന്നും ഒരാളെ കൊണ്ട് പറയാൻ ഇടവരത്തില്ല. നിങ്ങൾ ഇവിടെ ഇരുന്ന് കേൾക്കുന്നത് സത്യ ദൈവത്തിന്റെ സത്യവചനങ്ങളാണ്. ഒരിക്കലും പരാജയപ്പെടാത്ത ദൈവത്തിന്റെ വചനമാണ്. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്റെ നിയോഗത്തിന്റെ മേൽ ഒരു അത്ഭുതം നടന്നുകൊണ്ടിരിക്കുന്നുവെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഹല്ലേലൂയ. ശബ്ദമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങളത് വിശ്വസിച്ച് നമ്മൾ ഒരു നിമിഷം അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇത് പ്രാർത്ഥിക്കണം. ചിലപ്പോൾ നിങ്ങളുടെ ജീവിത പങ്കാളിയായിരിക്കും, മക്കളായിരിക്കും, നിങ്ങളുടെ പ്രിയപ്പെട്ട ചില കാര്യങ്ങൾ അപ്പുറത്ത് വലിയ പ്രാർത്ഥന ആവശ്യമുള്ള ഒരു കാര്യത്തിലായിരിക്കും ഇരിക്കുന്നത്.
അവിടെ ദൈവം പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുക. അവിടെ ദൈവം പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുക. ചിലർ രോഗക്കിടക്കയിലാണ്, ചിലർ ഓപ്പറേഷന് വേണ്ടിയാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരിക്കുവാണ്, ചിലർ മാരക രോഗവിവരങ്ങളെക്കുറിച്ച് അറിഞ്ഞിട്ട് ആകെ ടെൻഷനാണ്, ഭാരമാണ്. ഒരു നിമിഷം നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ? കണ്ണുകളെ അടച്ച് അകത്തും പുറത്തുമായിരിക്കുന്ന എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്. രാജസേവകൻ ഒറ്റ കാര്യം ചെയ്തുള്ളൂ, ഒറ്റക്കാലം നിന്നില്ല, 40 ദിവസത്തെ ഉപവാസം എടുത്തില്ല, വലിയ ആന കുതിര കാര്യം ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു മല മറിച്ചൊന്നുമില്ല, ഒരു മുടക്കമില്ലാത്തൊരു കാര്യം ചെയ്തു. യേശു പറഞ്ഞ വചനം വിശ്വസിച്ച് തിരിച്ചുപോയി. പോകുന്ന വഴിയിൽ തിരിച്ചവരോട് ഭൃത്യന്മാർ വന്ന് പറയുക, അതേ നിങ്ങൾ ടെൻഷൻ ആവണ്ട കേട്ടോ, കൊച്ചു സൗഖ്യമായി, കൊച്ചു സൗഖ്യമായി. ഇവിടെ ഇരുന്ന് നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു പോകുമ്പോഴായിരിക്കും ഒരു മെയിൽ വരുന്നത്, നിങ്ങളുടെ വിസ വന്നിട്ടുണ്ട് കേട്ടോ, നിങ്ങളുടെ ഇൻ്റർവ്യൂ ഇന്ന ഡേറ്റാ കേട്ടോ, ഇന്ന ദിവസത്തിനുള്ളിൽ അവിടെ എത്തണം കേട്ടോ. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ഇവിടുന്ന് പോകും. അതിനുശേഷം എടുക്കുന്നൊരു ഫോൺ കോൾ ആയിരിക്കും പുതിയൊരു വാതിൽ തുറക്കാൻ ഇടയാകുന്നത്. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു പോയ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ബാങ്കിൽ നിന്ന് വിളിച്ച് പറഞ്ഞു ലോണ് ശരിയായിട്ടുണ്ട് കേട്ടോ. അയ്യോ, ലോണിന് വേണ്ടി നടന്നിട്ട് ഒരു ശരിയാകാതിരുന്നതാ, ഇങ്ങോട്ട് വിളിച്ച് പറയും ലോണ് ശരിയായിട്ടുണ്ട് കേട്ടോ, നിങ്ങളുടെ ലോണിന്റെ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ചില അനുഗ്രഹത്തിന്റെ വാർത്തകൾ കേൾക്കാൻ ദൈവം ഇടവരുത്തട്ടെ, ഇടവരുത്തട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിച്ചോണ്ട് പോയി, വിശ്വസിച്ചോണ്ട് പോയി. ഒരു നിമിഷം എല്ലാവരും ശ്രദ്ധിച്ച്. ഇന്നലെ ഞാൻ ആ സാക്ഷ്യം പറഞ്ഞു. ബാംഗ്ലൂരിൽ നിന്ന് വന്നൊരു കുടുംബമാണ്. അവർക്ക് 7 വർഷമായിട്ട് മക്കളില്ലായിരുന്നു. അവർ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചത് ഒരു കുഞ്ഞിനെ ദത്തെടുക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യത്തിനാണ്. അവർ ഒരു കുഞ്ഞിനെ ദത്തെടുക്കണമെന്ന് അവർ ആഗ്രഹിച്ചപ്പോൾ അവരിങ്ങനെ ചിന്തിച്ചു, നമുക്ക് അനുഗ്രഹയിൽ പോയി ഒരു ദിവസം പ്രാർത്ഥിച്ച് അച്ഛനോട് ചോദിച്ച് നമുക്ക് ആ തീരുമാനം എടുക്കാമെന്ന് വിചാരിച്ച് ഭാര്യയും ഭർത്താവും വന്നിരിക്കുന്നതാ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കുഞ്ഞിനെ ദത്തെടുക്കുന്ന കാര്യം, അതിൻ്റെ പേപ്പർ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ബാക്കി തീരുമാനം ഒരു കൊച്ചിനെ ദത്തെടുക്കുക. കാരണം ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകത്തില്ലെന്ന്, ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിട്ട് അവർ ആ തീരുമാനം എടുത്തിരിക്കുവാണ്. പക്ഷെ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവർക്ക് കൊടുത്ത ഒരു സന്ദേശം എന്തെന്നറിയാമോ? നിങ്ങളൊരു പെൺകുഞ്ഞിനെയും എടുത്തുകൊണ്ടൊരു പള്ളിയുടെ മുമ്പിൽ മാമോദീസായ്ക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുന്നതാണ് കാണുന്നത്. നിങ്ങളുടെ മകൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് സ്കൂൾ യൂണിഫോം ധരിച്ച് ഭക്ഷണ പൊതികളൊക്കെ ആയിട്ട് ബാഗ് തൂക്കി സ്കൂൾ വാഹനത്തിൽ കയറിപ്പോകും. ആ കുഞ്ഞിൻ്റെ കളിച്ചിരികൾ വീട്ടിൽ മുഴങ്ങും. ദത്തെടുക്കും നല്ല മെസ്സേജ്, നിങ്ങൾക്കൊരു കുഞ്ഞിനെ ദൈവം തരുമെന്നാണ്. ഈ മെസ്സേജുമായിട്ട് അവർ പോയി. ഇവരെ നമ്മൾ വിട്ടു, ഈ പറഞ്ഞ കാര്യമെല്ലാം നമ്മൾ മറന്നു. ഇതൊക്കെ എത്രയോ നാൾ പുറന്നാണ്, എല്ലാം ഓർത്തിരിക്കാൻ പറ്റത്തില്ല. ബുധനാഴ്ച ദിവസം അവർ ഫോണിൽ വിളിച്ച് ഈ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. ഇങ്ങനെ അന്ന് പറഞ്ഞായിരുന്നു, ഞങ്ങൾ കുഞ്ഞിനെ ദത്തെടുത്തില്ല, ഞങ്ങൾക്കൊരു പെൺകുഞ്ഞു ജനിച്ചു. ഇന്നലെ വ്യാഴാഴ്ച മാമോദീസയാണ്, ബാംഗ്ലൂർ വെച്ചാണ് നടക്കുന്നത്. ഞങ്ങളുടെ കുടുംബക്കാർ നാട്ടിൽ നിന്ന് തൊടുപുഴയിൽ നിന്ന് അവിടുന്ന് ഇവിടുന്നൊക്കെ വന്നിട്ടുണ്ട്. സന്തോഷമാണ്, ഞങ്ങൾ സാക്ഷ്യത്തിനായി വരുന്നുണ്ട്. ഇവരൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും, നമ്മളൊക്കെയാണോ ഇത് പറഞ്ഞത്? ഇതൊക്കെ നമ്മൾ എപ്പോൾ പറഞ്ഞു? എനിക്കൊരു ഓർമ്മയില്ല. നോക്കൂ, ദൈവത്തിൻ്റെ വാക്ക് വിശ്വസിക്കുമ്പോൾ അപ്പുറത്ത് ദൈവം ഒരു അത്ഭുതങ്ങളെ ചെയ്യുകയാണ്. പറഞ്ഞത് ദൈവവാക്കുകൾ അതുപോലെ സംഭവിക്കുകയാണ്. നിങ്ങളും ഒരു നിമിഷം കണ്ണുകളടച്ച് എന്നെ കാണാൻ വന്ന ചിലരോട് പറഞ്ഞു, സഹോദരി എന്താ ഈ പാസ്പോർട്ട് കയ്യിൽ, ആഗ്രഹിച്ച കാര്യം നടക്കും കേട്ടോ, ആ വിഷയം പരിഹരിക്കപ്പെടും കേട്ടോ. നാളെ ഒരു സമയത്ത് നിങ്ങളിൽ നിന്നൊരു സാക്ഷ്യത്തെ കേൾക്കാൻ ദൈവം ഇടവരുത്തട്ടെ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കേ. രാജസേവകൻ ഡോക്ടറെ കാണാൻ പോയി എന്നല്ല എഴുതിയത്, യേശുവിനെ കാണാൻ പോയി എന്നാണ്. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവില്ലേ, നിങ്ങളൊരു വലിയ പുള്ളിയല്ലേ സഹോദര, നിങ്ങൾ ആ ഡോക്ടറെ കൂട്ടിക്കൊണ്ടുപോകുക, അല്ലെങ്കിൽ കൊച്ചിനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുക, നിങ്ങൾ അതിനിടയ്ക്ക് പ്രാർത്ഥിക്കാനാണോ പോകുന്നത്? ഇതൊരു വിശ്വാസമാണ്. ഡോക്ടറെ കാണേണ്ട സമയത്ത് കാണണം, പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കണം. ചില സമയത്ത് പ്രാർത്ഥിക്കാൻ നമ്മൾ എടുക്കുന്ന തീരുമാനമുണ്ടല്ലോ, അത് അപ്പുറത്തൊരു അത്ഭുതമായിട്ട് മാറും. അപ്പുറത്തൊരു അത്ഭുതമായിട്ട് മാറും. രാജസേവകൻ ചോദിച്ചു വന്ന ഭൃത്യന്മാരോട്, എപ്പോഴാ സൗഖ്യമായത്? എപ്പോഴാ ഈ അത്ഭുതം അവിടെ നടന്നത്? അപ്പോൾ പറഞ്ഞു, 7-ാം മണിക്കൂറിൽ
അത് കൊള്ളാലോ, ഞാൻ ദൈവസന്നിധിയിൽ ചിലവഴിച്ച സമയത്ത് തന്നെയാണല്ലോ എൻ്റെ വീടിനകത്തൊരു അത്ഭുതം നടന്നത്. നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മക്കളിൽ ഒരു അത്ഭുതം നടക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിത പങ്കാളിയിൽ ഒരു അത്ഭുതം നടക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്ത് ഹോസ്പിറ്റലിലുള്ള കുഞ്ഞിന് ഒരു അത്ഭുതം നടക്കട്ടെ. അവരിൽ ദൈവ ചൈതന്യം ചലിക്കാൻ ഇടവരട്ടെ. ഒരു രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച് ഒരു നിമിഷം അധരങ്ങളെ തുറന്ന് എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുമോ? ശബ്ദം ഉയർത്തി വിശ്വാസത്തോടെ വിശ്വാസത്തോടെ ദൈവവചനം വിശ്വസിച്ചുകൊണ്ട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നമുക്കൊരു നിമിഷം എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമോ? കുറച്ചൊരു സന്തോഷമായിരിക്കും. നമുക്കൊരു നിമിഷം കേട്ട വചനത്തിലൂടെ ഒന്ന് പ്രാർത്ഥിക്കണം. ഇത് പെട്ടെന്ന് മറന്നു പോകേണ്ട ഒരു കാര്യമല്ല. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ആരും പറയണ്ടായിരുന്നു, ഹോ പോകണ്ടായിരുന്നു അവിടെ, എന്തിനാ പോയത് എന്നാരും പറയാനിടവരിയേല. നിങ്ങളിവിടെ നിന്ന് പോയി ഫോൺ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ മെസ്സേജ് നോക്കുമ്പോൾ ഒരടയാളം കാണാൻ ദൈവം ഇടപെട്ടല്ലോ എന്ന് മനസ്സിലെങ്കിലും ഇങ്ങനെ ഓർത്ത് ദൈവമേ എന്ന് വിളിക്കാൻ ഇടവരട്ടെ. എല്ലാവരും വന്ന കണ്ണുകളെ അടച്ച്. ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ദൈവം അരുളി ചെയ്തു വെളിച്ചമുണ്ടാകട്ടെ എന്ന് അങ്ങ് പറഞ്ഞു. 6 മാസം കഴിഞ്ഞ് വെളിച്ചം ഉണ്ടായെന്നല്ല, തൊട്ടടുത്ത സെന്റൻസ് എന്താണോ പറഞ്ഞത് അതവിടെ ഉണ്ടായി വന്നു. എവിടെ നിന്ന് പറഞ്ഞപ്പോൾ? ദൈവത്തിൻ്റെ ചൈതന്യം ആഴത്തിൻ്റെ മുകളിൽ, ആഴിയുടെ മുകളിൽ, വെള്ളത്തിൻ്റെ മുകളിൽ ചലിച്ചുകൊണ്ടിരുന്നപ്പോൾ, ഇതും പ്രാർത്ഥനയോടെ ദൈവവചനം പ്രസംഗിക്കുന്ന സമയത്ത് നിങ്ങൾ നിൽക്കുന്നത് എവിടെയുമാകട്ടെ, അകത്തോ പുറത്തോ ഇൻ്റർലോക്കിൻ്റെ അവിടെയോ, ശബ്ദമൊക്കെ അല്പം കേൾക്കുന്ന വിധത്തിലൊക്കെ ആയിരിക്കാം, ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ദൈവ ചൈതന്യം ചലിക്കുന്ന ഈ സമയത്ത് എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ പറയുന്നു, എൻ്റെ വീട് അനുഗ്രഹിക്കപ്പെടട്ടെ, എൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ, എൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ, എൻ്റെ കടബാധ്യതയൊക്കെ മാറാൻ ഇടവരട്ടെ, ഈ രോഗം സൗഖ്യമാകാൻ ഇടവരട്ടെ, ഈ രാജ്യത്ത് പോകാൻ എനിക്ക് ഭാഗ്യമുണ്ടാകട്ടെ, ഈ വിസയുടെ പ്രശ്നങ്ങൾ മാറട്ടെ. 100 കാര്യങ്ങൾ പറയാനുണ്ട്. പറഞ്ഞ് പ്രാർത്ഥിക്ക്. അപ്പുറത്തത് സാക്ഷ്യമായിട്ട് വരും. രാജസേവകൻ കൊച്ചിന് വയ്യാണ്ടായി മരിക്കാറായി, ഡോക്ടർമാരൊക്കെ ഉപേക്ഷിച്ചു. അവിടെ കിടക്കുമ്പോൾ രാജസേവകൻ വലിയ പുള്ളിയ, സമൂഹത്തിൽ നിലയും വിലയുമുള്ള, രാജാവിനോട് പോലും വ്യക്തിപരമായി ബന്ധമുള്ള മനുഷ്യൻ പ്രാർത്ഥിക്കാൻ യേശുവിൻ്റെ അടുത്തേക്ക് പോയി. അന്നത്തെ വലിയ മനുഷ്യരും സമ്പന്നരും സ്വാധീനമുള്ളവർ പോലും പ്രാർത്ഥിക്കാൻ ദൈവസന്നിധിയിൽ പോകുമായിരുന്നു. പ്രാർത്ഥിക്കുന്നതൊന്നും നാണക്കേടല്ല കേട്ടോ. പ്രാർത്ഥിക്കുന്നത് അപ്പുറത്തൊരു വിടുതലിന് കാരണമാകും കേട്ടോ. പ്രാർത്ഥിക്കുന്നത് ഒരു സൗഖ്യത്തിന് കാരണമാകും കേട്ടോ. പ്രാർത്ഥിക്കുന്നത് ഒരു പുതിയ വഴി തുറക്കാൻ ഇടയാകും കേട്ടോ. രാജസേവകൻ അവിടെ ചെന്നിട്ട് അപേക്ഷിച്ചു, ഇങ്ങനെ ഓർഡർ ചെയ്തു എന്നല്ല, ഞാൻ രാജ്യത്തിൻ്റെ രാജസേവകനാണ്, ഇന്ന പോലെ ഒന്ന് ചെയ്യണം, എന്നോ അഭിപ്രായം, എന്തെങ്കിലും കാശ് വേണേ തരാം എന്ന് വലിയ അഹങ്കാരത്തോടെ പറയുവല്ല. രാജസേവകൻ എളിമയോടെ പറഞ്ഞു, എൻ്റെ കൊച്ചു വയ്യാണ്ടിരിക്കുക, അവിടെ കട്ടിലെ കിടക്കുന്ന കണ്ടേച്ച് ഞാനിങ്ങ് പോരുക, മരിക്കുന്നതിന് മുമ്പിൽ ഒന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞു, നീ ധൈര്യമായിട്ട് പൊക്കോ, നിന്റെ കൊച്ചിന് ഒരു ദോഷവും വരികയില്ല. യേശു പറഞ്ഞ ആ വചനം വിശ്വസിച്ചോണ്ട് ആ രാജസേവകൻ വീട്ടിൽ പോയി. പോകുന്ന വഴിക്ക് ഒരു അന്ന് ഫോണും വാട്സപ്പും ഫോണും ഒന്നും ഇല്ലാത്ത കാലം, ആളുകൾ, ആ വീട്ടിലെ ആളുകൾ ഓടി, ഭൃത്യന്മാർ വന്നിട്ട് പറഞ്ഞു, അതെ സാറേ കൊച്ചു സൗഖ്യമായി കേട്ടോ. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എപ്പോൾ? 7-ാം മണിക്കൂറിൽ. ഇന്നലെ 7-ാം മണിക്കൂറിൽ പനിയൊക്കെ അങ്ങ് മാറി, ഭയങ്കര അത്ഭുതമായിരുന്നു. രാജസേവകൻ പറയുക, ഞാൻ യേശുവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ ചെന്നതും 7-ാം മണിക്കൂറിൽ തന്നെയാണല്ലോ. രണ്ടും ഒരേ സമയത്ത് നടന്നല്ലോ. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ അപ്പുറത്തൊരു ദൈവപ്രവൃത്തി നടക്കും. പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ അപ്പുറത്തൊരു സൗഖ്യം നടക്കും. പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ അവിടെ ഒരു മാനസാന്തരം നടക്കും. പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ആ രാജ്യത്തൊരു വാതിൽ തുറക്കും. പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ അവിടെ ഒരു പ്രതിസന്ധി മാറാൻ തുടങ്ങും. 2 കരങ്ങളും ഉയർത്തി, മാധരങ്ങളെ തുറന്ന് ശബ്ദത്തെ ഉയർത്തി യേശുവിൻ നാമത്തെ വിളിച്ച് സ്തുതിച്ചു പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ ജീസസ്, ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ ഞങ്ങളെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഒന്ന് കരമടിച്ച് എല്ലാവരും ചേർന്ന് പറയുമോ? കരമടിച്ച്
നല്ല വിശ്വാസത്തോടെ പാടുക. 4 നാളായാലും നാറ്റം വമിച്ചാലും കല്ലറ മുൻപിൽ കർത്തൻ വന്നിടും. പാടുമോ? 4 നാളായാലും നാറ്റം വമിച്ചാലും കല്ലറ മുൻപിൽ കർത്തൻ വന്നിടും. അതുകൊണ്ട് വിശ്വസിച്ചാൽ നീ മഹത്വം കാണും, സാത്താന്റെ പ്രവർത്തികൾ തകർത്തിടുമേ. വിശ്വസിച്ചാൽ നീ മഹത്വം കാണും, സാത്താന്റെ പ്രവർത്തികൾ തകർത്തിടുമേ. കാണുന്നു ഞാൻ പാടുമോ? വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ ഉണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ ഉണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപോ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപോ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. അതുകൊണ്ട് കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. എരിഹോ മതിലുകൾ ഉയർന്നു നിന്നാലും അതിൻ വലിപ്പം സാരമില്ല. എരിഹോ മതിലുകൾ ഉയർന്നു നിന്നാലും അതിൻ വലിപ്പം സാരമില്ല. ഒന്നിച്ചു നാം ആർപ്പിട്ടെന്നാൽ വന്മതിൽ വീഴും കാൽ ചുവട്ടിൽ. ഒന്നിച്ചു നാം ആർപ്പിട്ടെന്നാൽ വന്മതിൽ വീഴും കാൽ ചുവട്ടിൽ. അതുകൊണ്ട് പാടണം. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുന്നിലെന്നവോ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുന്നിലെന്നവോ വിശ്വസിച്ചിടുന്നു. 4 നാളായാലും 4 നാളായാലും നാറ്റം വമിച്ചാലും കല്ലറ മുൻപിൽ കർത്തൻ വന്നിടും. 4 നാളായാലും നാറ്റം വമിച്ചാലും കല്ലറ മുൻപിൽ കർത്തൻ വന്നിടും. വിശ്വസിച്ചാൽ നീ മഹത്വം കാണും, സാത്താന്റെ പ്രവർത്തികൾ തകർത്തിടുമേ. വിശ്വസിച്ചാൽ നീ മഹത്വം കാണും, സാത്താന്റെ പ്രവർത്തികൾ തകർത്തിടുമേ. അടിച്ച് കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ. ഒന്ന് സ്തുതിച്ചെല്ലാവരും പ്രാർത്ഥിക്കുമോ? പരിശുദ്ധാത്മാവേ നിറയണം, 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 പരിശുദ്ധാത്മാവേ സംഭവിക്കണം, പരിശുദ്ധാത്മാവേ സംഭവിക്കണം, പരിശുദ്ധാത്മാവേ സംഭവിക്കണം, പരിശുദ്ധാത്മാവേ സംഭവിക്കണം. ഹല്ലേലൂയ, യേശുവേ നാമം. ഹല്ലേലൂയ. 4 നാളായാലും നാറ്റം വമിച്ചാലും കല്ലറ മുൻപിൽ കർത്തൻ വന്നിടും. 4 നാളായാലും നാറ്റം വമിച്ചാലും കല്ലറ മുൻപിൽ കർത്തൻ വന്നിടും. വിശ്വസിച്ചാൽ നീ മഹത്വം കാണും, സാത്താന്റെ പ്രവർത്തികൾ തകർത്തിടുമേ. വിശ്വസിച്ചാൽ നീ മഹത്വം കാണും, സാത്താന്റെ പ്രവർത്തികൾ തകർന്നിടുമേ. ഇരിക്കാമോ? ഹല്ലേലൂയ. നമ്മളിപ്പോൾ കേട്ടത്, നമ്മൾ ഒരു സ്ഥലത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥിക്കാൻ പോയ ആളുടെ വീടിനകത്ത് നടന്ന അത്ഭുതത്തെക്കുറിച്ചാണ്. നമ്മളൊക്കെ പ്രാർത്ഥിക്കാൻ നമ്മളൊക്കെ ഇങ്ങനെ പോകുമ്പം എല്ലാവർക്കും ഒന്നും അത് ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ നമ്മുടെ പ്രാർത്ഥനയാണ് സൗഖ്യത്തിൻ്റെ താക്കോൽ, അനുഗ്രഹത്തിൻ്റെ താക്കോൽ.
അതിലൊരിക്കലും ഒരു നഷ്ടമായി അത് തോന്നല്, ഒരിക്കലും നഷ്ടമായിട്ട് തോന്നല്. അതൊരു ഫിക്സഡ് ഡിപ്പോസിറ്റ് പോലാണ്, അതൊരു അനുഗ്രഹമാണ്. ഹല്ലേലൂയ. ഒരിക്കലും എവിടെയും വിഷമിക്കാനൊന്നും ഇടവരികയില്ല. ഇവിടെ ഇരുന്നൊരു വാക്ക് പറയാം, ഞങ്ങളെന്നും പ്രാർത്ഥിക്കും. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവർ ഒരു നന്മയ്ക്കും കുറവുണ്ടാകരുത്. ആമേൻ. ഹല്ലേലൂയ. ഇവരുടെ ഈ പ്രാർത്ഥിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ ഒരനുഗ്രഹത്തിനും കുറവ് വരരുത്. ആമേൻ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ ആരാധനയിൽ ഓർക്കുമ്പോഴൊക്കെ പറയും, കർത്താവേ, ഈ അനുഗ്രഹയിൽ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് നല്ല വീടുണ്ടാകണമേ. ഹല്ലേലൂയ. നമ്മൾ പറയാറുണ്ട്, അനുഗ്രഹയിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തർക്കും സഞ്ചരിക്കാൻ നല്ല വാഹനങ്ങളെ കൊടുക്കണമേ. ഹല്ലേലൂയ. ജീവിച്ചിരിക്കുമ്പോൾ ഇതൊക്കെ വേണം. ജീവിച്ചിരിക്കുമ്പോൾ നല്ല ദൈവാനുഗ്രഹം അനുഭവിക്കാൻ നല്ല വീട് പണിയണം, നല്ല വണ്ടി മേടിച്ചോണം, നല്ല സാലറിയുള്ള ജോലി മേടിക്കാൻ പ്രാർത്ഥിക്കണം, പരിശ്രമിക്കണം, എല്ലാം ചെയ്യണം. നല്ല ഭാഗ്യത്തോടെ നിങ്ങൾ ജീവിക്കണം. നല്ല വസ്ത്രം ധരിക്കണം, നല്ല മാലയും കമ്മലും ഒക്കെ മേടിച്ച് ധരിക്കാൻ പറ്റണം, നല്ല ഫുഡ് വെക്കണം, നല്ല വീട് വേണം, നല്ല കട്ടിൽ വേണം, നല്ല മേശ വേണം, നല്ല എല്ലാ സൗകര്യമുള്ള നല്ല വീട് പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് പണിയാൻ പറ്റണം. ആമേൻ. നല്ല വീട്ടിൽ താമസിക്കുന്ന ഭാഗ്യമാണ്, നല്ല വണ്ടി യാത്ര ചെയ്യുന്ന ഭാഗ്യമാണ്. കേവലം എന്തെങ്കിലും ഒരു ഒച്ചയും വെച്ച് പ്രാർത്ഥിച്ചു പോവുമല്ല. ബൈബിൾ പറയുന്നില്ലേ, അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നിങ്ങൾ. അതിനുവേണ്ടി ദൈവം കൊണ്ടുവന്നത്. ആമേൻ. ഇവിടെ പേരിൽ നിങ്ങളുടെ മൈക്കെടുത്ത് ഇവിടെ എല്ലാം പ്രശ്നമാ, നിങ്ങൾക്കെല്ലാം ബന്ധനമാ, പിശാചാണ് അവിടെ ഇവിടെ എല്ലാം. ഇതൊന്നും ഞാൻ പറയില്ല. ഞാനത് പറയാൻ എന്നെ ദൈവം അതിനെ നിയോഗിച്ച ആളല്ല. എന്നെ ദൈവം നിയോഗിച്ചത് അനുഗ്രഹത്തെക്കുറിച്ച് പറയാനാണ്. ഞാനത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. അനുഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞിട്ട് എനിക്കൊരു അനുഗ്രഹത്തിനും കുറവുണ്ടായിട്ടില്ല. ആമേൻ. അനുഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ഞാൻ സന്തോഷം അനുഭവിക്കുന്ന ആളാണ്. അനുഗ്രഹം പറയുന്നവരുടെ ജീവിതത്തിലും അനുഗ്രഹം ഉണ്ടാകും. ആമേൻ. പറയൂ, അതറിയോ? ബൈബിളിൽ പറയുന്നുണ്ട്, തിന്മയ്ക്ക് പകരം തിന്മയോ നിന്ദനത്തിന് പകരം നിന്ദനമോ കൊടുക്കാതെ പകരം നിങ്ങൾ അനുഗ്രഹിക്കുന്നവരാകുവിൻ. അതിൻ്റെ താഴെ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ. അങ്ങനെ എഴുതിയിട്ടുള്ളത്. ഒരിക്കലും നിന്ദിക്കരുത്, ശപിക്കരുത്. നമ്മൾ അനുഗ്രഹിക്കണം. അനുഗ്രഹിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങും. നിങ്ങൾ ചെയ്തു നോക്കി, നിങ്ങളുടെ പിള്ളേരെ ആയാലും നല്ലതായിട്ട് വരും. ദൈവം നിന്നെ അനുഗ്രഹിച്ചോളും. ദൈവം നിന്നെ അനുഗ്രഹിച്ചു, നല്ലൊരു ഭാവി നിനക്കുണ്ട്. വെറുതെ പോലും പറയരുത്, നീ ഗുണം വരികയില്ല, ശരിയാകത്തില്ല, നശിച്ചു പോകത്തേ ഉള്ളൂ, നിൻ്റെ കല്യാണം ഒരു കാലത്ത് നടക്കുകയില്ല, ഇങ്ങനെയൊന്നും പറയില്ലേ. അനുഗ്രഹിക്കുന്നവരാകണം. നിൻ്റെ കല്യാണം നടക്കും, നീ മിടുക്കനാവും. ആ കയ്യിലിരിക്കുന്ന പാസ്പോർട്ടല്ലേ, അതുകൊണ്ട് നീ ഒത്തിരി സന്തോഷിക്കും, നീ ആഗ്രഹിച്ച സ്ഥലത്തെത്തും. അനുഗ്രഹിച്ചുകൊണ്ടിരുന്നാൽ അത് അവർക്കും ഒരു അനുഗ്രഹമാണ്, നമുക്കും ഒരു അനുഗ്രഹമാണ്. ഇവിടെ വന്നേച്ച് ആരും നിങ്ങളോട് പറയില്ല, നിങ്ങൾ രക്ഷപ്പെടുന്ന ലക്ഷണമൊന്നും കാണുന്നില്ലല്ലോ എന്ന്. ഞാൻ പറയാറില്ല, ഇവിടെ ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ആരോടും ഇവിടെ ശാപമുണ്ട്, അവിടെ പ്രശ്നമാണെന്ന് പറയാൻ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ജീവിക്കുന്നൊരു ദൈവമുണ്ട്, ആ ദൈവം നിന്നെ അനുഗ്രഹിച്ചുകൊണ്ടാണ് ഇരിക്കുന്നതെന്ന് പറയാൻ എല്ലാവരോടും ഈ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവരോട് പറഞ്ഞിട്ടുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും. കാരണം ഈ വചനം കേൾക്കുന്ന നിങ്ങളെ ദൈവം എങ്ങനെ അനുഗ്രഹിക്കാതിരിക്കും? ദൈവവചനത്തിലൂടെയാണ് ദൈവം എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുന്നത്. നമുക്കാവശ്യമായതെല്ലാം ദൈവം സമൃദ്ധിയായിട്ട് നൽകി ദൈവം അനുഗ്രഹിച്ചോളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ഒരാളുണ്ട്, അങ്ങ് തിരുവനന്തപുരത്തു നിന്ന് വന്നവരാണ്. അവരെ ഇവിടെ വന്നത് കുറച്ച് ഒന്നോ രണ്ടോ വർഷങ്ങൾക്ക് മുമ്പാണ്, കൃത്യം എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഇന്നലെ ഇവിടെ അന്ന് വന്നപ്പോൾ അവർ പ്രാർത്ഥിച്ചിട്ട് പകുതി ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ അവർ പോയി. തിരുവനന്തപുരത്ത് താർ ഓടിച്ചാണ് വന്നത്. ഇവിടെ ഇരിക്കുന്നുണ്ടോയെന്നറിയില്ല, ഇരിക്കുമെങ്കിൽ ഇവിടെ ഉണ്ടെങ്കിൽ കൈ ഉയർത്താം. താർ ഓടിച്ചു വന്ന് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞപ്പോൾ അവരിന്ന് പറഞ്ഞു, ഞങ്ങൾ അന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചത് ഞങ്ങൾക്കൊരു ചെറിയ ഹോട്ടലും ഒരു കുഞ്ഞ് ബേക്കറി ആയിരുന്നു. പ്രാർത്ഥിച്ച് അവരോട് പറഞ്ഞു, ബിസിനസ് ദൈവം അനുഗ്രഹിക്കും കേട്ടോ, ബിസിനസ്സിൻ്റെ മേൽ ദൈവാനുഗ്രഹമുണ്ട്, ധൈര്യമായിട്ട് പൊക്കോ. അപ്പോൾ അവർ പറഞ്ഞു, ഹോട്ടൽ ഡൗണായി, പക്ഷേ തിരുവനന്തപുരത്ത് ഇപ്പോൾ ബേക്കറി ഞങ്ങൾക്ക് 4 എണ്ണം തിരുവനന്തപുരത്തുണ്ട്. മുഴുവൻ കഴിഞ്ഞിട്ടേ പോകത്തുള്ളൂ. 9:30 എത്താൻ വേണ്ടി
ഞങ്ങൾ വാഹനം അല്പം സ്പീഡിലോടിച്ചാണ് ഇവിടെ വന്ന് ഇന്നലത്തെ കാര്യമാണ് പറഞ്ഞ് ഇന്നും ഇവിടെ ഇത് കഴിഞ്ഞിട്ടേ പോകത്തുള്ളൂ, അത് കഴിഞ്ഞിട്ടുള്ള ലാഭം മതി എല്ലാം ഏൽപ്പിച്ചിട്ട് വന്നതാ എന്ന് പറയുമ്പോൾ ഇവിടെ വന്നിട്ട് പോകുന്ന ഒരാൾ പറഞ്ഞത് ഒന്നിലധികം അനുഗ്രഹത്തെക്കുറിച്ചാണ്. നിങ്ങൾക്കിനി ഇവിടെ വരാനിടയാകുമ്പോഴേ ഒന്നിലധികം അനുഗ്രഹം പറഞ്ഞ് ഈ റോട്ടിലൂടെ വരാനിടയാകണം. ഒന്നിലധികം അനുഗ്രഹം പറഞ്ഞോണ്ട് കയറി വരണം. അങ്ങനെ ഈ പ്രാവശ്യത്തെ എത്ര കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പല കുഞ്ഞുങ്ങളുടെയും മാതാപിതാക്കളും കുഞ്ഞുങ്ങളും തോറ്റതായിട്ടല്ല ഇവിടെ എഴുതിയിട്ട് പ്രാർത്ഥിച്ച കുഞ്ഞുങ്ങളുടെ മേൽ വന്നത്. CBSE ആയാലും ICSE ആയാലും സാധാരണ സ്കൂളിൽ പഠിച്ചവരായാലും എല്ലാം നല്ല മാർക്കോടെ വിജയിച്ച ഒന്നിലധികം സാക്ഷ്യങ്ങൾ കേട്ടതിന് ഞങ്ങൾ സാക്ഷികളാണ്. അനുഗ്രഹിക്കുന്നൊരു ദൈവം ഉള്ളിടത്താ നിങ്ങൾ വന്ന് സമയം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നല്ല ചില തുടക്കങ്ങൾക്ക് അത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഇവിടുത്തെ മഹത്വമൊന്നുമല്ല പറയുന്നത്. എത്രയോ പേർ ഇസ്രായേൽ എന്ന രാജ്യത്തുണ്ട്, എത്രയോ പേർ ജർമ്മനിയിലുണ്ട്, എത്രയോ പേർ UK-യിലെത്തി, എത്രയോ പേർ കാനഡയിലെത്തി, എത്രയോ പേർ. നമ്മൾ ചിലരോട് ചോദിക്കും, ഇന്നാൾ വന്ന് ആളെ ഇപ്പം അവരവിടെ എത്തി ജോലി തുടങ്ങി. ശരി, എന്നാൽ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾ എന്നോടൊരു കാര്യം പറഞ്ഞ് മകൻ്റെയോ മകളുടെ കാര്യം, ആ മകളുടെ കാര്യമോ ജർമ്മനിയിലെത്തി, എത്തിയോ? ഒരു ഇസ്രായേലിൽ പറഞ്ഞ ഒരു പ്രാർത്ഥനയല്ലേ നിങ്ങൾ തന്നത്, ഇവിടെ എഴുതിയിട്ടത്? ഇസ്രായേലിലെത്തി 1 മാസമായി ഞങ്ങളുടെ സാക്ഷ്യം പറഞ്ഞായിരുന്നല്ലോ. എത്ര പേരുകൾ അങ്ങ് തിരുവനന്തപുരത്തെ സാക്ഷ്യം മാത്രമല്ല, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പരിചയമുണ്ടെങ്കിൽ ഈ ചുറ്റുവട്ടത്ത് ഈ ആലയം ഇരിക്കുന്ന സ്ഥലത്ത് എത്ര പേരുടെ സാക്ഷ്യങ്ങളുണ്ടെന്നറിയാവോ? എത്ര പേര് ഇവിടെ ഈ ചുറ്റുവട്ടത്ത് നിൽക്കുന്ന ശുശ്രൂഷകരോട് ആൾക്കാർ ചോദിക്കും, ഞങ്ങളെ തിങ്കളാഴ്ച ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ, ചൊവ്വാഴ്ച ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ, ബുധനാഴ്ച ഞങ്ങളൊന്ന് വന്നോട്ടെ, വ്യാഴം വെള്ളി ഞങ്ങൾക്ക് അവിടെ പറ്റുന്നില്ല. ഒരു ദിവസം ഞാൻ ആ റോഡ് കണ്ടിട്ട് കുറച്ച് ദിവസമായി. ആ റോഡ് അപ്പുറത്തൂടെ അവിടെ റോഡ് വരെ പോകാനൊരു സമയം കിട്ടണ്ടേ? ഞാൻ ഓർത്ത് 3 ദിവസമായല്ലോ റോഡ് കണ്ടിട്ട്. റോഡ് അവിടെ ഉണ്ടോ? റോഡ് കാണാൻ എനിക്കും ആഗ്രഹമുണ്ട്. ആ റോഡൊക്കെ ഒന്ന് കാണണമെന്ന്. പലപ്പോഴും പോകാൻ പറ്റില്ല. രാവിലെ ക്ലാസ്, പിന്നെ ഉച്ചവരെ ഇവിടെ കുറേ പേര് കാണാൻ വന്നു. ഞാൻ ഓർക്കും, ദൈവം റോട്ടിലിറങ്ങിയിട്ട് 3 ദിവസമായി. റോട്ടിലിറങ്ങിയിട്ട് എന്തിനാ അവിടെ വരുന്നത്? അങ്ങ് ദൂരേന്ന് വരുന്നവരല്ല, ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് കിട്ടിയ അനുഗ്രഹം പറയാനും അത് അനുഗ്രഹം ഉണ്ടെന്ന് വേറൊരാൾ പറഞ്ഞു കേട്ടിട്ട് അതനുസരിച്ച് വന്നവരുമാ. ദൈവാനുഗ്രഹമുണ്ട്, അത് നിങ്ങളെ പരാജയപ്പെടുത്തുകയില്ല, അത് വിജയിപ്പിക്കും. ഹല്ലേലൂയ. ഒരു വാക്യം വായിക്കട്ടെ. സുഭാഷിതങ്ങളുടെ പുസ്തകം 23-ാം അധ്യായം 17-ാം വാക്യത്തിൻ്റെ അവസാനത്തെ വാക്കും 18-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം ഒന്ന് വായിക്കുവാണ്. സുഭാഷിതങ്ങൾ 23-ാം അധ്യായം 17-ാം വാക്യത്തിന് അവസാനം വായിക്കുവാണ്. എപ്പോഴും ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുക. അവിടെ എപ്പോഴും ഉണ്ടോ? ഉറക്കെ വായിച്ചേ. എപ്പോഴും ദൈവത്തിന്റെ ഭക്തിയിൽ ഉറച്ചു നിൽക്കുക. തീർച്ചയായും നിനക്കൊരു ഭാവി ഉണ്ടാവുന്നു. നീ ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുക. നിന്റെ ജീവിതം മുടിയൂന്നല്ല. നമ്മൾ പറയില്ല, നീ പ്രാർത്ഥനയായിട്ട് നടന്നോ നിന്റെ ജീവിതം മുടിഞ്ഞു പോകുന്നല്ല. നീ ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്ക്, നിനക്കപ്പുറത്തൊരു ഭാവി ഉണ്ടാകും. ആമേൻ. ആ വാക്യം ഒന്നും കൂടെ വായിച്ചേ. എപ്പോഴും ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുക. അവര് പറയും, ഇവര് പറയും, അപ്പുറത്തോര് പറയും, നിനക്ക് വട്ടാണ്, നിനക്ക് പ്രശ്നമാണ്, നിനക്ക് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറയും. നീ ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുക. തീർച്ചയായിട്ടും നിനക്കൊരു ഭാവിയുണ്ട്. ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുന്നവന് ഉറപ്പാണ് അവന് നല്ലൊരു ഭാവിയുണ്ട്. ആമേൻ. ഇനി അടുത്തത്, നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല. നിന്റെ പ്രതീക്ഷ ഒരിക്കലും ഭംഗം നേരിടും. അത് പ്രതീക്ഷിച്ചതുപോലെ സംഭവിക്കുന്നു. അതിന്റെ ആഗ്രഹിച്ചത് നീ നേടിയെടുക്കും. പ്രാർത്ഥിക്കുന്ന ചിലരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിന്റെ ആഗ്രഹത്തെ ദൈവം തന്നെ മുന്നിൽ നിന്ന് നിനക്കത് നടത്തി തരും കേട്ടോ. ഞാൻ ഓർക്കുന്നുണ്ട് ചിലരോട് അത് പറഞ്ഞത്. അത് ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നീ ആഗ്രഹിച്ച ആഗ്രഹം അങ്ങ് ആകാശത്തിരിക്കുന്ന ആഗ്രഹമല്ല, അത് ദൈവം തന്നെ മുന്നിൽ നിന്ന് നിനക്കത് നടത്തി തരും. ബാക്കി എഴുതിയിരിക്കുക, ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുക. ഉറപ്പാണ്
നല്ലൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ, നല്ല ഭാവി നിനക്കുണ്ട്. നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല. നിങ്ങൾ ഒരിക്കലും പറയില്ല എനിക്ക് പ്രതീക്ഷിച്ചതുപോലെ ഒന്നും ആകാൻ പറ്റിയില്ലെന്ന് നീ പറയില്ല. പ്രതീക്ഷിച്ചതുപോലെ എൻ്റെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി എന്ന് പറയാൻ ഇടവരും. വിശ്വസിക്കുന്നു. മധുരിക്കുന്ന ഒരു കാര്യം പറയാൻ ഇടവരും. ഒരു വാക്യം കൂടെ വായിക്കുവാണ്, സുഭാഷിതങ്ങളുടെ പുസ്തകം. അതിനു മുമ്പ് ഒരു വാക്യം വായിക്കാം. എസെക്കിയേലിൻ്റെ പുസ്തകം 3-ാം അധ്യായം 1 മുതലുള്ള വാക്യം ഒന്ന് വായിക്കുവാണ്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 1 മുതലുള്ള വാക്യം ഒന്ന് വായിക്കുവാണ്. ഇത് വാക്യം വായിച്ചിട്ട് ഞാൻ വേഗത്തിൽ അവസാനിപ്പിച്ചു കൊള്ളാം. അവൻ എന്നോട് പറഞ്ഞു, മനുഷ്യപുത്ര, നീ കാണുന്ന ഈ ചുരുൾ ഭക്ഷിക്കുക. എന്നിട്ട് 3-ാമത്തെ വാക്യമാ ദൈവം പറയുവാണ് എസെക്കിയേലോട്, മനുഷ്യപുത്ര, നീ കാണുന്ന ഈ ചുരുള്, ഈ കടലാസ് നീ ഭക്ഷിക്ക്. എന്നിട്ട് പോയി ഇസ്രായേൽ ഭവനത്തോട് സംസാരിക്കുക. ഞാൻ വായ തുറന്നു, അവൻ ആ ചുരുൾ എനിക്ക് ഭക്ഷിക്കാൻ ഞാൻ വാ തുറന്നപ്പോൾ പുള്ളി ആ ചുരുള്, ദൈവം ആ ചുരുൾ എൻ്റെ വായിൽ വച്ചു തന്നു. അവൻ പറഞ്ഞു, മനുഷ്യപുത്ര, ഞാൻ തരുന്ന ഈ ചുരുൾ ഭക്ഷിച്ച് വയറ് നിറയ്ക്കുക. ഞാൻ തരുന്ന ഈ ചുരുൾ നീ ഭക്ഷിച്ച് വയറ് നിറച്ചോളാൻ പറഞ്ഞു. ആ ചുരുൾ ഭക്ഷിച്ചു, അത് എൻ്റെ നാവിൽ തേൻ പോലെ ഭയങ്കര മധുരമായിട്ട് മാറി, തേൻ പോലെ മധുരിച്ചു. നിങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നത്, ഈ വചനമാകുന്ന ചുരുൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, നാളെ ഒരു സമയത്ത് അത് തേൻ പോലെ മധുരിക്കുന്ന ഒരനുഭവമായി അത് ദൈവം മാറ്റും. കാര്യം മഴയായിരുന്നു, മഞ്ഞായിരുന്നു, കാറ്റായിരുന്നു, ചുരം കയറി വന്നപ്പോൾ ഛർദിയായിരുന്നു, തിരിച്ചിറങ്ങിപ്പോകുന്നു, എങ്ങനെയാണെന്നറിയില്ല, ശരീരമാകെ വാടിക്കുഴഞ്ഞു, ഇവിടെ നിലത്താണ് കിടന്നത്, സൗകര്യമില്ലായിരുന്നു, കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. ഇതെല്ലാം ഇപ്പുറത്തൊരു കഷ്ടതയുണ്ടെങ്കിലും അപ്പുറത്ത് ഈ പ്രാർത്ഥന തേൻ പോലെ മധുരിക്കും. എൻ്റെ എഴുതിയിട്ടുണ്ടോ, നീ അത് വയറ് നിറച്ച് കഴിച്ചോളാൻ. നിങ്ങളും വയറ് നിറച്ച് മനസ്സ് നിറഞ്ഞ് ദൈവവചനമാണ് കേട്ടോണ്ടിരിക്കുന്നത്. അത് ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ തേൻ പോലെ മധുരിക്കും. അതാണ് ഈ തേൻ പോലെ മധുരിക്കുന്നതൊക്കെയാ സാക്ഷ്യം പറയാൻ വേണ്ടി ഇടി കൂടുന്ന ആൾക്കാർ. എനിക്ക് പറയാനുണ്ട്, മൈക്ക് എടുത്തിട്ടൊന്നും വലിയ ശീലമില്ലാത്ത ആളുകളാണ്, എന്നാലും അവർ പറയാ സന്തോഷം പറയുക, പ്രാർത്ഥന തേൻ പോലെ മധുരിച്ചതാ ഓരോ സാക്ഷ്യങ്ങളും. ഹല്ലേലൂയ. ഇനി അടുത്തൊരു ഭാഗമുണ്ട്, സുഭാഷിതങ്ങളുടെ പുസ്തകം 23-ാം അധ്യായം. ആ വാക്യം കൂടെ 23-ാം അധ്യായം സുഭാഷിതങ്ങളുടെ പുസ്തകം. ഈ വാക്യം, ഈ തേൻ പോലെ മധുരിക്കുന്ന സുഭാഷിതങ്ങളുടെ പുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. സുഭാഷിതങ്ങളുടെ പുസ്തകം 23-ാം അധ്യായം 17-ാമത്തെ വാക്യം. നിന്റെ ഹൃദയം പാപികളെ നോക്കി അസൂയപ്പെടരുത്. 24-ാം അധ്യായം 13-ാമത്തെ വാക്യം വായിച്ചേ. മകനെ തേൻ കുടിക്കുക. ശ്രദ്ധിക്കുക, ആ വാക്യം വായിക്കുക. 24-ാം അധ്യായം 13-ാമത്തെ വാക്യമാ, തേൻ പോലെ മധുരിച്ചതാണ്. ഈ വാക്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം, ഇത് നിങ്ങൾക്കൊരു അനുഗ്രഹമാ. ഇവിടെ ബൈബിൾ എഴുതിയിരിക്കുക, മകനെ തേൻ കുടിക്കുക. തേൻ കുടിച്ചോ. തേൻ കുടിക്കാൻ എന്തിനാ ബൈബിൾ പറയുന്നത്? ഇത് ഏതു തേനാണ്? ഈ തേനീച്ചപ്പെട്ടിയിൽ നടക്കുന്ന തേനെ കുറിച്ചല്ലാന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. മകനെ തേൻ കുടിക്കുക, അത് നല്ലതാണ്. തേൻ തുള്ളികൾ നാവിന് ആസ്വാദ്യമാണ്, നിന്റെ ആത്മാവിന് ജ്ഞാനവും അതുപോലെയാണെന്നറിയുക. അടുത്ത ഭാഗം വായിച്ചേ. അതു നേടിയാൽ എന്ത് നേടിയാൽ? തേൻ പോലെ മധുരിക്കുന്ന വചനം നേടിയാൽ നിനക്ക് നല്ല ഭാവി ഉണ്ടാകും. നിനക്കൊരു ഭാവി ഉണ്ടാകുന്നല്ല, അഡ്ജക്റ്റീവ് ഉണ്ട്. നിനക്ക് നല്ല ഭാവി ഉണ്ടാവും. തേൻ കുടിച്ചിട്ട് ആർക്കെങ്കിലും നല്ല ഭാവി ഉണ്ടായെന്ന് കേട്ടിട്ടുണ്ടോ? തേൻ കുടിച്ചിട്ട് ആർക്കെങ്കിലും നല്ല ഭാവി ഉണ്ടായി? ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന തേനല്ല. ഇത് പ്രവാചകൻ പറഞ്ഞില്ലേ, ദൈവവചനമാകുന്ന ചുരുൾ എൻ്റെ നാവിനകത്ത് തേൻ പോലെയായി എന്ന്. വചനമാകുന്ന തേൻ കുടിച്ചാൽ നിനക്ക് നല്ല ഭാവിയുണ്ടാകും. പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമുക്കെല്ലാവർക്കും ആ ഇരിക്കുന്ന സ്ഥലത്ത് ഇരുന്നുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്. കുറേ കാര്യങ്ങൾ കേട്ടു, എല്ലാം പിടികിട്ടി കാണത്തില്ല, ചിലതൊക്കെ മനസ്സിലായി കാണും. പ്രവാചകനോട് ദൈവം പറഞ്ഞു, ഈ ചുരുൾ ഭക്ഷിക്കുക. വയറ് നിറച്ച് ഭക്ഷിച്ചോ, നല്ലതാണ്. അദ്ദേഹം ആ ചുരുൾ ഭക്ഷിച്ചു, വയറ് നിറഞ്ഞു, നല്ലതായിരുന്നു.
സാക്ഷ്യം പറയുക, എൻ്റെ വായ്ക്കകത്ത് ആ ചുരുൾ തേൻ പോലെ മധുരിച്ചുവെന്ന്. അനുഗ്രഹയിൽ വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരോട് പറയട്ടെ, നിയോഗം സമർപ്പിച്ചവരോട് പറയട്ടെ, കൽക്കുരിശിൽ എണ്ണ ഒഴിച്ച് പ്രാർത്ഥിച്ചവരോട് പറയട്ടെ, തേൻ പോലെ നാളുകളിൽ ഇത് മധുരിക്കും. തേൻ പോലെ മധുരിക്കാൻ ഇടവരും. നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊരു സാക്ഷ്യമായിട്ട് മാറും. ഇവിടെ സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നു, മകനെ തേൻ കുടിച്ചോ, അത് നല്ലതാണ്, അത് നിനക്ക് പറഞ്ഞേ നല്ല ഭാവി ഉണ്ടാവും. നിങ്ങളുടെ മക്കളെയും വചനം കേൾപ്പിക്കണമെന്ന് പറയുന്നത് അതാ. നിങ്ങളുടെ പിള്ളേര് വായിക്കണം, പ്രാർത്ഥിക്കണം, വചനം കേൾക്കണം എന്ന് പറയാൻ കാരണം അത് അവർക്ക് നല്ല ഭാവി ഉണ്ടാകാൻ കാരണമാകും. അവർക്ക് നല്ലൊരു ഭാവി ഉണ്ടാകാൻ കാരണമാകും. മാതാപിതാക്കൾ ആഗ്രഹിക്കുന്ന അതാണ്. എൻ്റെ പിള്ളേർക്ക് നല്ലൊരു ഭാവി ഉണ്ടായിരുന്നെങ്കിൽ, അവർ ദൈവത്തിലേക്ക് അടുത്തിരുന്നെങ്കിൽ, അവർ ഉഴപ്പി പോകാതിരുന്നെങ്കിൽ, അവർ നല്ലതുപോലെ ജീവിച്ചത് കണ്ടാൽ മതിയായിരുന്നു, അവർക്ക് നല്ലൊരു കുടുംബം കണ്ടാൽ മതിയായിരുന്നു, അവരിന്ന് രക്ഷപ്പെട്ട് കണ്ടാൽ മതിയായിരുന്നു. എന്നതാ ഞാൻ ചെയ്യേണ്ടത്? തേൻ കുടിക്കുക. ദൈവവചനമാകുന്ന തേൻ കുടിക്ക്. അത് കുടിക്കാത്തത് കൊണ്ടാ, അത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാ ജീവിതം നിറയാത്തത്, മധുരമാകാത്തത്. ഇവിടെ നിന്ന് കേൾക്കുന്ന ഓരോ വചനങ്ങളും അനേകരുടെ ജീവിതങ്ങളെ നല്ല ഭാവി കൊടുത്തു. ഞങ്ങളതിന് സാക്ഷികളാണ്, ഞങ്ങളതിന് സാക്ഷികളാണ്, ഞങ്ങളതിന് സാക്ഷികളാണ്. പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടച്ച് പ്രാർത്ഥിക്കുകയാണ്. തേൻ കുടിക്കുക, അത് നല്ലതാണ്, നിനക്ക് നല്ല ഭാവി ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, 25-ാം തീയതി തിങ്കളാഴ്ചയാണ്. 25-ാം തീയതി മുതൽ ഈ മാസം 31-ാം തീയതി വരെ, ജൂൺ മാസം 1-ന് മുമ്പുള്ള 7 ദിവസം ഉപവാസ പ്രാർത്ഥനയാണ്. എന്ന് പറഞ്ഞാൽ സ്കൂൾ തുറക്കുന്നതിന് മുമ്പുള്ള 7 ദിവസങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമാണ്, ആരാധിക്കുന്ന ദിവസമാണ്. ഇന്നുവരെ ഡെയിലി ബ്ലെസ്സിങ്ങിലും നിയോഗ പ്രാർത്ഥനയിലും ഇവിടെ വന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ള 7 ദിവസമാണ്. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും മറന്നുപോയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു നിയോഗം പ്രാർത്ഥിക്കാതെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ അവർക്ക് വേണ്ടി എല്ലാ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുവാണ്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പങ്കുചേരാം, പറ്റും പോലെ, നിർബന്ധമില്ല. ഏതായാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കരങ്ങളെ ഒന്ന് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക. അടുത്ത വെള്ളിയാഴ്ച, ഈ ഞായറാഴ്ച പെന്തക്കോസ്ത തിരുനാൾ, അടുത്ത വെള്ളിയാഴ്ച കുട്ടികളെ ഈ ആലയത്തിൽ എഴുത്തിനിരുത്തുന്ന ദിവസമാണ്. പ്രാർത്ഥനയുള്ള ഒരു സ്ഥലത്ത്, ആരാധനയുള്ള ഒരു സ്ഥലത്തിരുന്ന് അവരെ എഴുത്തിനിരുത്തും. പ്രാർത്ഥന കഴിഞ്ഞ് 2 മണിക്ക് ശേഷം കുഞ്ഞുങ്ങളെ എഴുത്തിനിരുത്തും. നല്ലതാണ്, അവർക്ക് നല്ല ഭാവി ഉണ്ടാകണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. എല്ലാം ഒരു ചിട്ടയായും ഒരു അനുഗ്രഹമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. എല്ലാ കരങ്ങളും ഹൃദയത്തോട് ചേർത്ത് വെച്ച് എന്നിട്ട് ഒരു നിമിഷം പ്രാർത്ഥിച്ച്, നിങ്ങളുടെ സങ്കടങ്ങൾ മാഞ്ഞു പോകട്ടെ, നിങ്ങളുടെ സങ്കടങ്ങൾ മാഞ്ഞു പോകത്തക്ക വിധം ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചില അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. രാജസേവകൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു, വീടിനകത്ത് അത്ഭുതം നടന്നു. നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വീട് എവിടാണ്? വീടിരിക്കുന്ന സ്ഥലം മനസ്സിൽ കണ്ടേ, അവിടെ ഒരു അത്ഭുതം നടക്കുന്നത് വിശ്വാസത്തിൽ കണ്ടേ. ഇവിടെ നിന്ന് പോകുമ്പോൾ നല്ല വാർത്തകൾ കേൾക്കാൻ ഇടവരട്ടെ. ദൈവം അനുഗ്രഹിച്ച വാർത്തകൾ, ദൈവം ഇടപെട്ട അനുഭവങ്ങൾ, ദൈവം തൊട്ട സൗഖ്യങ്ങൾ എല്ലാം അനുഭവിക്കാൻ ഇടവരട്ടെ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ചിലർ ഹോസ്പിറ്റലിലാണ്, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ചില രോഗികളായി ഭവനങ്ങളിലാണ്. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഒരു നിമിഷം എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. യേശുവേ, അങ്ങയുടെ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു. നിന്റെ ഭാരം എന്നെ ഏൽപ്പിക്കുക, ഞാനത് വഹിക്കും. അപ്പുറത്ത് തേൻ പോലെ മധുരിക്കുന്ന അനുഭവങ്ങളെ ദൈവം കൊടുക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ, നന്ദി നന്ദി. ഹല്ലേലൂയ. കരങ്ങളെ താഴ്ത്തി ചേർന്ന് പാടാം. യേശുവേ, ഒരു വാക്കുമതി എൻ്റെ ജീവിതം മാറിടുവാൻ. യേശുവേ, ഒരു വാക്കുമതി. എന്തിന്? എൻ്റെ ജീവിതം മാറിടുവാൻ. അതുകൊണ്ട് നിന്റെ സന്നിധിയിൽ ഇപ്പോൾ ഞാൻ നിന്റെ മൊഴികൾക്കായി വാഞ്ചിക്കുന്നേ. അതുകൊണ്ട് പാടണം. യേശുവേ, എൻ പ്രിയനേ, നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണമേ.
പാടി യേശുവേ എൻ പ്രിയനേ നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്കു മതിയെനിക്ക് മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്കു മതിയെനിക്ക് നിന്റെ ഒരു വാക്കു മതിയെനിക്ക് ആമേൻ.